രഹസ്യങ്ങളുടെ രഹസ്യമായ, അല്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളെക്കാൾ രഹസ്യമാർന്ന എന്റെ ഉത്തമമായ വാക്കിനെ നീ ഇനിയും കേൾക്കൂ അർജുന. എന്തുകൊണ്ടെന്നാൽ നീ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടവനാണ്. ഇത് ഭഗവാൻ നമ്മളോട് പറയുന്നതാണ്. പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മളെ ആർക്കും വേണ്ട, അത് മാറ്റിവെക്കുമെന്ന് പറയും. നമ്മളെ വേണ്ട ചിലരുണ്ട്. നമ്മളിവിടെ ആർക്കും വേണ്ടായിരുന്നു എങ്കിൽ നമ്മളെ ഇവിടുന്ന് എന്നോ എടുത്തു മാറ്റും എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും നിങ്ങളെ ആവശ്യമുണ്ട്, ഒന്നല്ലേ സ്വാമിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ആർക്കും വേണ്ടാത്തവൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. അതാണ് ഭഗവാൻ അതിനെയാണ് വിടാൻ പറയുന്നത്. അതിൽ നിന്ന് ഞാൻ ഏറ്റവും കാര്യം എന്ന് പറയാം. അപ്പൊ ഭഗവാൻ ഇത് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ ഹിതമായതിനെ പറയാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ 65-ാമത്തെ ശ്ലോകത്തില് ജ്ഞാനയോഗത്തെയും ഭക്തിയോഗത്തെയും കർമ്മയോഗത്തെയും സമന്വയിക്കുകയാണ്. ഇത് മൂന്നും, അതായത് ഭഗവാൻ പറഞ്ഞു മന്മനാഹ, എന്നിൽ മനസ്സുള്ളവനായി ഭവ, നീ ഭവിക്കണം. അതുപോലെ മത് ഭക്ത, നീ എന്റെ ഭക്തനാകൂ എന്ന് പറയാം. എന്നിൽ എന്റെ ഭക്തി നിനക്കുണ്ടാകട്ടെ. അതുപോലെ മദ്യാജി മാം നമസ്കുരു, നീ എന്നെ നമസ്കരിക്കുന്നവനാവട്ടെ. ജ്ഞാനം, ഭക്തി, അതിന്റെ കർമ്മം, അതിന്റെ പ്രായോഗികത എന്ന് പറയാം. ഇത് നീ എനിക്ക് അങ്ങേയറ്റം വേണ്ടപ്പെട്ടവനായതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു. അല്ല, നീ ഇങ്ങനെ ചെയ്യൂ. മാം ഏവ ഏക്ഷ്യസി, എങ്കിൽ നീ എന്നിൽ തന്നെ പ്രാപിക്കും. ഇത് മൂന്നും മൂന്നല്ല, മൂന്നും ഒന്നാണ് എന്ന് പറയാം. വീണ്ടും ഭഗവാൻ അതിനെ പറയാം. അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, സത്യം പ്രതിജാനേ, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണ്? ത്വം, നീ മേ പ്രിയ അസി, പ്രിയ അസി, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയാം. തുടർന്നാണ് ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ സർവധർമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മം? ഇത് നമ്മൾ കണ്ടു ഇല്ലേ? ധർമ്മത്തെ ഒരു പ്രകാരത്തിലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഭഗവാൻ അവതരിച്ചിരിക്കുന്നതേ ധർമ്മത്തിനായിക്കൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു പുരാണത്തിൽ പറയുന്നു. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാ. ഇവിടെ പറയുന്ന ശ്ലോകം വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ. എന്താണ് പറയുന്നത്? അപഹായ നിജം കർമ്മ, അപഹായ നിജം കർമ്മ, അപഹായ നിജം കർമ്മ കൃഷ്ണ കൃഷ്ണേതി വാദിനഃ, കൃഷ്ണ കൃഷ്ണേതി വാദിനഃ തേ ഹരേർദ്വേഷിണ പാപാഃ, തേ ഹരേർ ദ്വേഷിണ പാപാഃ ധർമാർത്ഥം ജന്മയദ്ധരേ, ധർമാർത്ഥം ജന്മയദ്ധരേ. അപഹായ നിജം കർമ്മ, തന്നിൽ വന്നു ചേർന്നിരിക്കുന്ന കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് അത് ചെയ്യാതെ കൃഷ്ണ കൃഷ്ണ ഇതി വാദിനഃ, വെറുതെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെന്താ ചെയ്യുന്നത്? തേ ഹരേർ ദ്വേഷിണഃ, അവർ ഹരിയെ ദ്വേഷിക്കുന്നവരാണ്. അപ്പൊ വെറുതെ കൃഷ്ണ 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 സ്വാമിജി പറയും, ഗുരുവായൂരപ്പ 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 എന്നിങ്ങനെ വിളിക്കുമ്പം ബുദ്ധി ചോദിക്കും, ഏത് ഗുരുവായൂരപ്പൻ, എന്ത് ഗുരുവായൂരപ്പൻ? കുറച്ചു കാലമായല്ലോ നീ വിളിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ബുദ്ധിക്ക് ബോധ്യം വന്നിട്ടില്ല ആരാണ് ഗുരുവായൂരപ്പൻ. മനസ്സ് മാത്രം അറിഞ്ഞതാ. മനസ്സറിയുന്നത് എന്താ? വെറും വികാരപരമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇവരെന്താണ്? ഹരേഹേ ദ്വേഷിണ, ഹരിയെ ദ്വേഷിക്കുന്നതാ. ഇവിടെ നമ്മൾ കഴിഞ്ഞ അഷ്ടോത്തര ആ സമയത്ത് ഒരു പാട്ട് കേട്ടില്ലേ? ഹരിയുടെ കാലിൽ വീഴാതാർക്കും, അല്ലേ? ഹരിയുടെ കാലിൽ വീണാലേ എന്താണ്? ആ പാദത്തിലേക്ക് ഭഗവാൻ പറയുന്നത് അതിനെയാണ്. എന്നെ ശരണം ഗമിക്കേണ്ടതുണ്ട്. പറയുന്നു ധർമാർത്ഥം ജന്മയദ്ധരെ, ധർമ്മത്തിന്റെ സംരക്ഷണത്തിനായിട്ടാണ് ഹരിയുടെ ജന്മം തന്നെ. ഭഗവാൻ ജനിച്ചത് എന്തിനാ? ധർമ്മത്തെ
സംരക്ഷിക്കുന്നതിന്. ആ ഭഗവാൻ ധർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നത്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നൊക്കെ പറഞ്ഞ ആളല്ലേ ഇത് ഈ പറയുന്നത്. അപ്പൊ എന്താണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ഇത് തികച്ചും ഇതൊരു വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. കാരണം ഇവിടെ ഭഗവാൻ പറയുന്നത് നന്നായി മനസ്സിലാക്കി വന്നാൽ വലിയ വിഷമമൊന്നുമില്ല. ഇപ്പൊ ഒരു കുട്ടി, നമ്മുടെ മകൻ, അവൻ മരത്തിന്റെ മുകളിൽ കയറി. നമ്മുടെ ചിടുങ്ങൻ മരത്തിന്റെ മുകളിൽ കയറി. നമ്മുടെ പോസ്റ്റ്മാൻ കളിച്ചവൻ. അപ്പം അങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് തൂങ്ങി, കൊമ്പിൽ നിന്ന് തൂങ്ങിയാണ്, തൂങ്ങി പിടിച്ച് നിൽക്കുക, പേടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് അച്ഛൻ വന്നത്, കരയുന്നുണ്ട്. അച്ഛൻ എന്താ പറയുന്നത്? അവനാകെയുള്ള പിടിവള്ളിയാണ് അത്. അച്ഛൻ ഈ ശ്ലോകം പറയാ, സർവധർമാൻ പരിത്യജ്യാന്ന്. മോനെ, നീ എന്താണോ ഇപ്പൊ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിടും, ഞാൻ ഏറ്റു നിന്റെ കാര്യം. ഈ കുട്ടിയുടെ ഒരവസ്ഥയാണ് നമുക്ക്, പേടിയാണ് നമുക്ക് വിടാൻ. അതുകൊണ്ട് വിട്ടോളൂ. അപ്പൊ അച്ഛന് നല്ല ഉറപ്പുണ്ട്, ഇവൻ എന്റെ മടിയിൽ, എന്റെ കയ്യിലേക്കാണ് വീഴാൻ പോകുന്നത്, അവനൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. പക്ഷെ കുട്ടിക്ക് ഒരു പേടിയുണ്ട്. അത് അച്ഛനിൽ നല്ല ശ്രദ്ധയും വിശ്വാസവും വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഒന്നും നോക്കില്ല, പിന്നെ കുട്ടി ചാടുമെന്ന് പറയാം. ചിലപ്പോ അച്ഛന് ഇവിടെ ഭഗവാൻ ജഗത്തിന്റെ പിതാവായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ മടിത്തട്ടിലേക്ക് തന്നെയാണ് വീഴാൻ പോകുന്നത്. സർവധർമാൻ പറഞ്ഞു. ധർമ്മങ്ങൾ എന്ന് പറയുമ്പം മനസ്സ് ചമച്ചിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാറ്റിനെയും ഉപേക്ഷിക്കേണ്ടത്. ഇതാ ഭഗവാനുമായിട്ടുള്ള ഒരു സമാധിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള ഒരവസ്ഥയാണ്. സ്വാമി ഒന്നും കൂടെ ലളിതാക്കാം. നമുക്കറിയുന്ന ഒരു കാര്യം, നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ധർമ്മങ്ങളെയും നാം ഉപേക്ഷിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു ധർമ്മവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നിദ്രയുടെ സുഖം ഈ ലോകത്ത് ആർക്ക് അനുഭവിക്കാൻ സാധിക്കും? ആർക്ക് സാധിക്കും? ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി 12 വർഷമൊക്കെ തപസ് ചെയ്തിട്ട് കിട്ടിയതാ. പ്രസവിച്ച് 1-ാം ദിവസവും നമ്മൾ ഉറങ്ങില്ലേ? 12 വർഷം തപസ് ഇരുന്നതാണ്, എന്നിട്ട് കിട്ടിയതാണ്. അയ്യോ, ഞാൻ ഉറങ്ങിയാൽ ശരിയാവില്ല എന്ന് ഉപേക്ഷിക്കില്ല അതിനെ. അതൊരു ഉപേക്ഷയാണോ? അല്ല എന്ന് പറയാം. അപ്പൊ സർവധർമാൻ എന്നെ നിനക്ക് വേണമെങ്കിൽ മാമേകം. അതുകൊണ്ട് ഇത് എല്ലാറ്റിന്റെയും കൂടെയുള്ള ഒരു ഏർപ്പാടല്ല, അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എന്തൊക്കെ, അതായത് ഈ പ്രപഞ്ചത്തിൽ ഇതിന് പല തലങ്ങളുണ്ട് ഈ ശ്ലോകത്തിന്. ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ അധ്യാസം ചെയ്യപ്പെട്ടതാണ്. ഈ ജഗത്ത് അധ്യാസം എന്ന് പറയും, ആരോപണം, ആരോപിച്ചത്. ശ്രീരാമഗീതയിൽ രാമൻ ലക്ഷ്മണനോട് പറയണം, കയറിൽ എപ്രകാരം പാമ്പ് ആരോപിതമാണോ അതുപോലെയാണ് ലക്ഷ്മണ, ഈശ്വരനിൽ ആരോപിതമാണ് ജഗത്ത്. അപ്പൊ ഈ ആരോപിക്കപ്പെട്ടതിനെ എടുത്തു മാറ്റിയാൽ, അതിനെ പരിത്യജിച്ചാൽ, അതിനെ പരിത്യജിച്ചുകൊണ്ട് നീ എന്റെ അടുത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ എന്തു പറഞ്ഞത്? ജീവിത പാദം. അതാണ് ഭഗവാന്റെ പാദം എന്ന് പറയാം. അതിനെ അതേപോലെ സ്വീകരിക്കുക. അർജുനോട് ഭഗവാൻ പറയുന്നത് അതാ. അത് നീ മാറ്റിവെക്ക്. എന്നിട്ടോ നീ ഈ പച്ചയായ, ഈ പച്ച എന്ന് പറയുമ്പോൾ ഇവിടെ സത്യം എന്ന് പറയുക. എന്താണോ സത്യമായിട്ടുള്ളത്, യാഥാർത്ഥ്യമായിട്ടുള്ളത്, അതിനെ നീ സ്വീകരിക്കാൻ തയ്യാറാകൂ. ഉപനിഷത്തിന്റെ ഭാഷയിൽ ഋഷി പറയുകയാണെങ്കിൽ തെത്തേന ഭുഞ്ചീതാഹ എന്ന് പറയും. അതാണ് ഋഷിയുടെ ഭാഷ. ത്യജിച്ചുകൊണ്ട് ഭുജിക്കൂ എന്ന്. അതുകൊണ്ട് ത്യജിച്ചാൽ എന്തെങ്കിലും നമുക്ക് നഷ്ടബോധമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ശ്ലോകം മനസ്സിലാവാൻ ഒരു വിഷമം. നമ്മൾ ധർമ്മം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടുക എന്നുള്ളതാണ്. സ്വാമി അത്
വീണ്ടും വീണ്ടും ആവർത്തിച്ച് സ്വാമിക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്ത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുമ്പം ഭാര്യ, ഭർത്തൃ, പിതാ, മാതൃ ഇത്യാദി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് വിട്ടെറിഞ്ഞിട്ട് ആശ്രമത്തിന്റെ കവാടത്തിലോ അല്ലെങ്കിൽ അതിനകത്തൊരു കുശനിക്കാരനായിട്ടോ ക്ഷേത്ര പരിസരത്തോ ഉള്ള ഒരു കളിയാട്ടമല്ല ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാന് ഇപ്പോഴും വീണ്ടും വീണ്ടും നമ്മളിൽ ഈ ശ്ലോകം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുവെങ്കിൽ ഭഗവാൻ ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തെ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. മാമേകം ശരണം വ്രജ എന്ന് പറയുമ്പോൾ ആ ശരണാഗതി എവിടേക്കാണ്? അതുകൊണ്ട് സർവധർമാൻ, എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കുക. എങ്കിലോ ഞാൻ ഏറ്റു എന്നാ പറയുന്നത് അല്ലേ? അഹം ത്വാ സർവപാദേഭ്യ. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിന് അന്വയം വേണ്ടെന്ന് പറഞ്ഞത്. ഈ ശ്ലോകത്തെ അന്വയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ശ്ലോകം തന്നെ നന്നായി അന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം രചിച്ചിരിക്കുന്നത്. ബാക്കി ശ്ലോകങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? അപൂർവം ശ്ലോകങ്ങളേ ഉള്ളൂ അന്വയിക്കാതെ ഇരിക്കുന്ന, അപൂർവം. അതിനെ ഒരു ഗവേഷണം നടത്തണം. ഏതായാലും ഇവിടെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഈ ശ്ലോകം ചൊല്ലി മിണ്ടാതിരിക്കല ഏറ്റവും നല്ലത്. എന്തെങ്കിലും പറഞ്ഞാൽ അത് അധിക പ്രസംഗമാവും. സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുമ്പം അത് തികച്ചും ധ്യാനാവസ്ഥിത മനസ്സിൽ ആവിഷ്കരിക്കപ്പെടുന്ന ഒന്നാണ്. അതിങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് ഇതാ ഞാൻ പോവാണ്, ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നീയായി നിന്റെ പാടായി എന്നുള്ളൊരു ഏർപ്പാടേ അല്ല എന്ന് പറയും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഞാൻ ഏകനായിട്ടുള്ള ഞാനേ ഉള്ളൂ. സദൈവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവാദ്വിതീയം. ഏകം ഏവ അദ്വിതീയം. അത് മാത്രമാണ്, അതിലേക്കാണ് ശരണാഗതി എന്ന് പറയാം. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു കൾട്ടല്ല. അതുകൊണ്ട് ഭഗവത്ഗീത മറ്റ് മതങ്ങളെ, സെമിറ്റിക് മതങ്ങളെ പോലെ തന്നെയാണ് എന്ന വാദത്തിന് യാതൊരു കഴമ്പുമില്ല. സത്യം പറഞ്ഞാൽ ക്രിസ്തുവും പറഞ്ഞത് ഇത് തന്നെയായിരിക്കാം. കാരണം അദ്ദേഹം ഋഷിയുടെ ഒരു തലത്തിൽ നിന്നിട്ടാണ് പലതും പറഞ്ഞത്. ഞാനാകുന്നു വഴി എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാ? ഞാൻ ഏറ്റു നിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പം നമ്മളതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? തൊട്ടടുത്തുള്ള അയൽക്കാരൻ എന്ന് പറയുന്ന ഔക്കറോ മുഹമ്മദോ രാമൻകുട്ടിയോ വേലായുധനോ കുഞ്ഞുമോനോ വലിയ മോനോ ആരെയെങ്കിലും നീ സ്നേഹിക്കണം എന്ന് അല്ല എന്ന് പറയാം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം എന്ന് പറയുമ്പം അതൊരു ഉപദേശവാക്യമാണ്. ആ ഉപദേശത്തെ സ്വീകരിക്കുന്നവന്റെ ഉള്ളില് ഒരു ചോദ്യം ആവിർഭവിക്കുന്നുണ്ട്. എന്നെ പോലെ ഞാൻ എന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എങ്കിൽ ഞാൻ ആര് എന്ന ചോദ്യത്തിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. ഞാൻ ആരെന്നറിയുമ്പോഴേ എനിക്ക് എന്റെ അയൽക്കാരൻ ആരാണെന്ന് അറിയുള്ളൂ. സ്നേഹം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അല്ലാതെ സ്വാമി എപ്പോഴും പറയാറില്ലേ, ഓണത്തിന് വളിച്ചവിയിൽ അങ്ങോട്ടും, ക്രിസ്മസിന് അവിടുത്തെ ഇത് ഇങ്ങോട്ടും, എന്നിട്ടുള്ള ഒരു ധാരണ അതല്ല എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിൽക്കാലത്ത് അതും തെറ്റിദ്ധരിക്കപ്പെട്ടു. അതുകൊണ്ട് എന്നിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പം ഇതാണ് അതിന്റെ താത്പര്യം. അവിടെ പിന്നെ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇതാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ ഇതിന്റെ സ്വാതന്ത്ര്യത്തെ നേരത്തെ പറഞ്ഞു, ഏതാ ഇച്ഛസി തഥാ ഗുരു എന്ന്. ഏതാണോ നിനക്ക് സ്വീകാര്യമായത് അതിനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് പറഞ്ഞത്. ഈ അടുത്തൊരു തമാശ കേട്ടു. അതായത് ഈ കുട്ടികളുടെ സൈക്കോളജി, കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരാരാവുന്ന അറിയാത്ര, ശ്രദ്ധിച്ചാൽ മതി എന്നാ പറയും. അപ്പൊ ഒരു ചെറുപ്പക്കാരനെ അറിയാൻ അച്ഛന് ഒരു താത്പര്യമായി. അപ്പം അദ്ദേഹം സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി, എന്റെ മകൻ എങ്ങനെയുള്ളവനാണ്, അവൻ ആരായി തീരും
എന്നറിയണം എന്ന ആഗ്രഹം ഇദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊരു പണിയുണ്ട്. അത് അവൻ ഇങ്ങനെ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവന്റെ റൂമിൽ ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ വെക്കുക. അപ്പൊ അവൻ ഏതാണോ അതിൽ എടുക്കുന്നത് അതിലവന് താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്തൊക്കെയാണ് ഇപ്പൊ വെക്കേണ്ടത്? പലതും പലതിന്റെ പ്രതീകങ്ങളാണ്. അപ്പൊ ഈ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ അവർ ചെറിയ കുപ്പിയിൽ മദ്യം കൊടുക്കും. ചെറിയൊരു പ്രത്യേക, കണ്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ ഇതിങ്ങനെ വെച്ചത് കാണും. അതിന്റെ ഒരു ചെറിയ കുപ്പി സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതൊരെണ്ണം. പിന്നെ കുറച്ച് കാശ്, ഒരു 10ന്റെയോ 5ന്റെയോ ഒരു ചെറിയൊരു കെട്ട് പോലെ ആക്കുക, അതൊന്ന്. പിന്നെ ഒരു തോക്ക്, പിന്നെ ഒരു ഗീത. ഇതെല്ലാം ഇങ്ങനെ മേശപ്പുറത്ത് നിരത്തി വെക്കുക. അവൻ ആ ചെറിയ കുപ്പി, സാമ്പിൾ കുപ്പിയാണ് എടുക്കുന്നതെങ്കിൽ അവൻ ആ വഴിക്ക് പോവും എന്ന് ഉറപ്പിച്ചോളൂ. തോക്കാണ് അവൻ എടുക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും എന്ന് നമുക്ക് തീരുമാനം. കാശ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അവൻ ആ വഴിയിലാണ് പോകുന്നത്. അല്ല, ഗീതയാണ് അവൻ എടുക്കുന്നതെങ്കിൽ ഒരു സൽഗുണ സമ്പന്നനായിട്ട് ചിലപ്പോൾ സ്വാമിയാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനൊരു സാധ്യതയുണ്ട്. ഏതായാലും ഈ അച്ഛൻ ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചു. അവൻ വന്നു, അച്ഛനെ ഒളിഞ്ഞു നോക്കുകയാണ് എന്താ സംഭവിക്കുന്നത്. അവനാദ്യം ഈ ചെറിയ കുപ്പി എടുത്ത് നോക്കി, തരക്കേടില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒറ്റയടി. പിന്നെ കാശെടുത്തു, പോക്കറ്റിലിട്ടു, തോക്കെടുത്തു, അതും അരയെ തിരുകി, ഗീത എടുത്ത് കക്ഷത്തം വെച്ച് ഒറ്റ ഇറങ്ങല്. അച്ഛനാകെ അത്ഭുതപ്പെട്ടു. ഇതെല്ലാം കൂടെ സ്വീകരിച്ചവനെ കുറിച്ച് സൈക്കോളജിസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേഗം അവിടെ ചെന്നു എന്നാ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ഉപയോഗിക്കുന്നവര് ഇവൻ ആരാകുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അവനൊരു രാഷ്ട്രീയക്കാരനാവെന്ന് പറയും. വളരെ വേദനയുണ്ട് പറയുന്നതിൽ. ശ്രദ്ധിക്കുക, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതായത് ഇതിലൊരു സംശയത്തിന്റെയും ആവശ്യം വേണ്ട. അതുകൊണ്ടാണ് സ്വാമി ഇന്നലെ സൂചിപ്പിച്ചത് എന്താണ് ധർമ്മങ്ങൾ എന്ന്. മറ്റത് ബ്രഹ്മമാണ് എന്ന് പറയാം. അതിനെ പരിത്യജിക്കാൻ ആർക്കും സാധ്യമല്ല. അത് പരിത്യജിക്കലല്ല, അതിനെ സ്വീകരിക്കലെന്ന് തൽക്കാലം പറയാം. ഭാഷാപരമായ തെറ്റ് അവിടെയും ഉണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് പറയാം. അത് ഭഗവാൻ പറഞ്ഞു, അതിങ്ങനെ മറിഞ്ഞിരിക്കുക പല പ്രകാരത്തിൽ. അഗ്നിയിൽ ചാരം എന്ന പോലെ, കണ്ണാടിയിൽ അഴുക്കെന്ന പോലെ ഒക്കെ പറഞ്ഞല്ലോ. ഇന്ദ്രിയത്തിന്റെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും മനസ്സിന്റെ തലത്തിലും ഒക്കെ ഗർഭസ്ഥ ശിശുവിനെ ആവരണം എന്ന പോലെ എന്നൊക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതായത് ഇതിലൊരു സംശയത്തിന്റെയും ആവശ്യം വേണ്ട. അതുകൊണ്ടാണ് സ്വാമി ഇന്നലെ സൂചിപ്പിച്ചത് എന്താണ് ധർമ്മങ്ങൾ എന്ന്. മറ്റത് ബ്രഹ്മമാണ് എന്ന് പറയാം. അതിനെ പരിത്യജിക്കാൻ ആർക്കും സാധ്യമല്ല. അത് പരിത്യജിക്കലല്ല, അതിനെ സ്വീകരിക്കലെന്ന് തൽക്കാലം പറയാം. ഭാഷാപരമായ തെറ്റ് അവിടെയും ഉണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് പറയാം. അത് ഭഗവാൻ പറഞ്ഞു, അതിങ്ങനെ മറിഞ്ഞിരിക്കുക പല പ്രകാരത്തിൽ. അഗ്നിയിൽ ചാരം എന്ന പോലെ, കണ്ണാടിയിൽ അഴുക്കെന്ന പോലെ ഒക്കെ പറഞ്ഞല്ലോ. ഇന്ദ്രിയത്തിന്റെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും മനസ്സിന്റെ തലത്തിലും ഒക്കെ ഗർഭസ്ഥ ശിശുവിനെ ആവരണം എന്ന പോലെ എന്നൊക്കെ. ഇദം തേനാതപസ്കായ നാഭക്തായ കദാചന നച ശുശ്രൂഷവേ വാച്യം നച മാം യോഭ്യസൂയതി. അപ്പൊ ഒരു തപസ് ഒരു വിധത്തിലും ഒരു തപസ്സും ഇല്ല. ഇതൊക്കെ തപസ്സാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഒരു തപസ് തന്നെയാണ്. അവിടെ സന്തോഷമായിട്ട് നിൽക്കാൻ സാധിക്കണം.
അല്ലെങ്കിൽ ഈ മൊത്തം ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞ് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ എന്ത് സുഖാന്നറിയോ, വീട്ടിലിരുന്ന് ടിക്കറ്റ് എടുക്കാം. അതൊക്കെ ഇവിടെ നമ്മുടെ എന്താ പറയാ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നല്ല, എന്താ ആലുവയിലൊക്കെ ഇരുന്നിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത് ഈ എന്താ അമേരിക്കയിൽ അവിടെ ആ ഒരു സിറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ആ സിറ്റിയിൽ ഒരു മണിക്കൂറോളം ഇങ്ങനെ എന്താ പറയാ ട്രെയിനിൽ യാത്ര ചെയ്യാന്ന് പറയും. ഒരു മണിക്കൂറോളം അവിടെ ഇങ്ങനെ അവിടെ തന്നെ ഉണ്ട്, ഒരു മണിക്കൂറോളം യാത്ര ചെയ്യാൻ. അപ്പൊ ഒരാൾ പറഞ്ഞു, അത് ഞങ്ങളുടെ എറണാകുളത്തുണ്ട്, നോർത്ത് നിന്ന് സൗത്തിലെത്തണമെങ്കിൽ ഇടയ്ക്ക് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്നു. മണിക്കൂർ അവിടെ ഉണ്ട്, ഒരു മണിക്കൂർ. അപ്പൊ തപസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഏതിലും ഈ സ്വരൂപത്തെ അറിയുന്ന കാര്യത്തിൽ, ഈ സ്വരൂപത്തെ അറിയുന്ന കാര്യത്തിലേക്കാണ് ഈ തപസ് എല്ലാം നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടൊരു യാതന സന്തോഷപൂർവം അനുഷ്ഠിക്കുന്ന ഒരു മനസ്സ്, അതിനെയാണ് തപസ് എന്ന് പറയുന്നത്. അല്ലാതെ അത് ഒരു ചിതൽപ്പുറ്റൊക്കെ വന്ന് ഒരുപാട് താടി നീണ്ട് എല്ലുപോലെയായി, അത് തപസ്സിന്റെ ഭാവത്തെ ചിത്രകാരൻ വർണ്ണിച്ച സമയത്ത് അങ്ങനെയൊക്കെ വന്നു ആയിത്തീർന്നു എന്നുള്ളതേ ഉള്ളൂ. അതില്ലാത്തവന്, തപസ്സില്ലാത്തവന്, അഭക്തായ, പ്രേമത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്തവന്, ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ് പ്രേമം, ഈശ്വരനോടുള്ള ആ ഒരു പ്രകൃതിയോടുള്ള വിശ്വത്തോടുള്ള പ്രേമമില്ലാത്തവന്. അശുശ്രൂഷവേ, കേൾക്കാൻ എന്താ ഒരു താല്പര്യവും ഇല്ലാത്തവന്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുന്നു എന്നിരിക്കട്ടെ, ഒരു കാര്യം പറയുമ്പം അദ്ദേഹം വേറെ ഒന്ന് നോയിക്കൊണ്ടിരിക്കുക, അതെങ്ങനെ ഉണ്ടാവും? ഇപ്പൊ തന്നെ സ്വാമി നിങ്ങളോട് ഗീത പറയുന്ന സമയത്ത് നിങ്ങൾ മുൻപിൽ ഇരുന്നിട്ട് അത് വല്ലാത്തൊരു പറയുന്ന ആളെ അപമാനിക്കുന്നതിന്റെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലും ഇരിക്കാൻ വരുന്നവരെ നോക്കിയിരുത്തി കളയും, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ പറയാം. അപ്പോഴൊക്കെ എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? ഇത് തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് കേൾക്കുവാൻ ആഗ്രഹമില്ലാത്തവൻ, അവർക്കും എന്താണ് ചത്തേ ന വാച്യം, അത് ഉപദേശിക്കാൻ പറ്റുന്നതല്ല. ഇതൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല. യഹ, യാതൊരുവൻ മാം, എന്നെ, അഭ്യസൂയതി, യാതൊരുവനാണ് എന്നെ പരിഹസിക്കുന്നത്, നിന്ദിക്കുന്നത്. അത് ഏത് ഈശ്വരൻ, എന്ത് ഈശ്വരൻ? കംസൻ എന്ന് പറയാ, കഹാസഹ, ഏത് അവൻ, ഏതവനാണ് കാണട്ടെ, അവൻ. തസ്മൈ, തസ്മൈ എന്ന് പറഞ്ഞാൽ അവനും, നജ, അവനും, ന വാച്യം, ഇത് പറയാൻ പറ്റുന്നതല്ല, അവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം. ഇത് ആർക്കാണിത് സ്വീകാര്യമല്ലാത്തത്? വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഭഗവത്ഗീത സത്യാന്വേഷണത്തിന് അല്ലെങ്കിൽ ബ്രഹ്മാന്വേഷണത്തിന്, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിന്റെ അധികാരി ആര് എന്ന് പറയുന്നു. അധികാരി അല്ലാത്തവൻ ആര് എന്നും പറയും. സാധാരണ പറഞ്ഞു പോരാറുള്ള അധികാരിത്വം അല്ലേ, അല്ലെങ്കിൽ ഇവരൊക്കെ ഇതിന് അധികാരികളല്ല എന്ന് പറയാറുണ്ട്. ആരൊക്കെയാണ്? സ്ത്രീകള്, ശൂദ്രന്മാര്, അങ്ങനെയൊക്കെ ഉള്ളവര്. അങ്ങനെ അവർ രണ്ടുപേരെ ഒരു പട്ടികയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവത്ഗീത ഇതിന്റെ അധികാരി അല്ലാത്തവരായി പറയുന്നത് ഇവരെയാണ്. ആരെ? തപസ്സില്ലാത്തവൻ, ഭക്തിയില്ലാത്തവൻ, കേൾക്കാൻ താല്പര്യമില്ലാത്തവൻ. അവനൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. കേൾക്കാൻ താല്പര്യമില്ലാത്തവനോട് പിന്നെ എന്തിനാ സ്വാമി ഇത് പറയാൻ പോകുന്നത് എന്നല്ല, ഒരു കാര്യവും അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ വിശ്വത്തെ തന്നെ അവർ കേൾക്കുന്നില്ല. അവരവരുടെ സൗകര്യത്തിന് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കേൾവിയില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ഉപദേശിക്കാൻ പറ്റുന്നതല്ല. തുടർന്ന് യ ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയഃ. യ ഇമം പരമം ഗുഹ്യം മത്
ഭക്തേഷു അഭിദാസ്യതി ഭക്തിം മയി പരാം കൃത്വ മാം ഏവ ഏക്ഷ്യസി സംശയ അസംശയ പറയുന്നു. അസംശയ പരമം ഗുഹ്യം ഇമം മത് ഭക്തേഷു യഹ അഭിദാസ്യതി. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ശ്ലോകമാണ്. പരമം ഏറ്റവും ഗുഹ്യം, ഏറ്റവും രഹസ്യമാർന്ന ഇമം ഇതിനെ ഈ ഭഗവത്ഗീതയെ അല്ലെങ്കിൽ ഈ ജ്ഞാനത്തെ മത് ഭക്തേഷു എന്റെ ഭക്തന്മാരിൽ എന്നിൽ ശ്രദ്ധയുള്ളവർക്ക് യഹ യാതൊരുവൻ അഭിദാസ്യതി ഉപദേശിക്കുമോ. സ്വാമിയെക്കുറിച്ച് പറയുന്നതാ. ഇത് പറയുന്ന ആളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇതാരാണ് ഇത് എന്റെ ശ്രദ്ധയുള്ള ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? സഹ അവൻ മൈ എന്നിൽ പരമാം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഭക്തിയെ കൃത്വ ചെയ്തിട്ട് അസംശയ ഒരു സംശയവുമില്ല മാം ഏവ ഏഷ്യസി എന്നെ തന്നെ പ്രാപിക്കും. സ്വാമിയുടെ കാര്യം രക്ഷപ്പെട്ടു അല്ലേ? ഞങ്ങളുടെ കാര്യം സ്വാമി അല്ലേ? നമ്മുടെ കാര്യം നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു വക്താവാകണം. അതുകൊണ്ടാണ് കരന്യാസത്തിലൂടെ നമ്മുടെ കയ്യിലിരിപ്പ് അല്ലെ? കരന്യാസത്തെ നമ്മൾ കണ്ടതെങ്ങനെയാ? കയ്യിലിരിപ്പ് എന്ന് പറയാം. കയ്യിൽ സൂക്ഷിക്കേണ്ട നിധി നമ്മൾ ഗീതയായി മാറിക്കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഓരോരുത്തരും ആരാണ്? ഭഗവത്ഗീതയാണ് എന്ന് പറയാം. ഇനി നമ്മൾ പറയുന്നത് ഗീതയാണ്. ചിന്മയാനന്ദ സ്വാമികള് മദ്രാസില് പൂനെയിൽ 1951 സ്വാമിജി ആദ്യത്തെ യജ്ഞം ആരംഭിക്കുന്നത്. ഡിസംബർ 31 ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ മുൻപിൽ. അന്ന് ഉപനിഷത്തിലായിരുന്നു. ഉപനിഷത്താണ് സ്വാമിജി പറഞ്ഞത്. പറയുന്ന സ്വാമിജിയെയും കൂടെ കൂട്ടിയിട്ട് 4 ആളുകളാണെന്നും 5 ആളുകളാണെന്നും പറയുന്നു. അതായിരുന്നു ഓഡിയൻസ് എന്ന് പറയാം. അതിൽ നിന്ന് തുടങ്ങിയതാണ്. അത് 71 ദിവസമോ 61 ദിവസമോ എന്തോ നീണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് സ്വാമിജി മദ്രാസിൽ വന്നു. അപ്പൊ ആ പൂനെയിൽ തന്നെ യജ്ഞം നടക്കുമ്പം പിറ്റേന്ന് രാവിലെ സ്വാമിജി സൈക്കിൾ എടുത്തു പോയിട്ട് ആൾക്കൂട്ടത്തിലൊക്കെ പോയി നിന്ന് പറയും, ഇങ്ങനെ വൈകിട്ട് ഇന്നടുത്ത് ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു പ്രഭാഷണം ഉണ്ടെന്ന്. അതെ, താൻ തന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് എഴുതിയിട്ട്. എന്തൊരു തപസ്സാ ചെയ്തതെന്നറിയോ? നമ്മൾ കണ്ട ചിന്മയാനന്ദ സ്വാമികള് വലിയ കാറിൽ പോകുന്ന ഒരു സ്വാമിജിയാണ്. തപോവൻ സ്വാമികളുടെ കീഴിലിരുന്ന് ഗംഗയുടെ സമീപത്തിരുന്ന് പഠിച്ച് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ പോയതും അവിടുന്ന് ശിവാനന്ദാശ്രമത്തിലേക്ക് പോയതും പിന്നീട് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മദ്രാസിൽ ഈ ജ്ഞാനയജ്ഞം നടത്തുമ്പോൾ സ്വാമിജിക്ക് എതിരായിട്ടുണ്ടായവര് നമ്മുടെ സമൂഹത്തിലെ ഉന്നത കുലജാതരെന്ന് പറയുന്ന ബ്രാഹ്മണരായിരുന്നു സ്വാമിജിയുടെ ആദ്യത്തെ എതിരായിട്ടുള്ള ആളുകൾ. അവർ പറഞ്ഞു, ഒരിക്കലും ഇത് ഇംഗ്ലീഷിൽ പറയാൻ പാടില്ല, സംസ്കൃതത്തിലേ പറയാവൂ, കാരണം 50കളാണ് കാലേ, ഇന്നല്ല എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയാന്ന് പറയാം. അപ്പം ആരാണോ ഇതിനെ മ്ലേച്ഛ ഭാഷയിൽ സംസാരിക്കുന്നത്, മ്ലേച്ഛ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവ് പുഴുത്തുപോകും എന്നാ പറഞ്ഞു. അപ്പൊ എന്തോ സ്വാമിജിക്ക് സരസ്വതിയുടെ അനുഗ്രഹമുണ്ട്. അന്നത്തെ ശങ്കരാചാര്യ സ്വാമികളുടെ അടുത്ത് പോയിട്ട് ഈ ഒരു അഭിപ്രായത്തെ പറഞ്ഞ സമയത്ത് സ്വാമിജി പറഞ്ഞു, പോയി കേൾക്കാനാ പറഞ്ഞത്. കേൾക്കാൻ പറഞ്ഞു. ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നത് പോയി കേൾക്കും, കാരണം അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് പറയാം. അപ്പൊ മദ്രാസില് അത് തുടങ്ങി. പിന്നീട് സ്വാമിജി ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് പിന്നീട് മദ്രാസിൽ വന്നപ്പം അവര് തന്നെയായിരുന്നു സ്വാമിജിയോട് പറഞ്ഞത്, സ്വാമിജി ഇങ്ങനെ ഒരു സംഘടന വേണം, അപ്പൊ അതിന് ഞങ്ങൾ ആലോചിച്ചു സ്വാമിജിയുടെ പേരിൽ ചിന്മയ മിഷൻ എന്ന്. അപ്പൊ സ്വാമിജി അതിനെ ആദ്യം വിലക്കുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ചിന്മയം എന്ന് പറഞ്ഞാൽ അറിവാണെന്നാണ്, സ്വാമിജിയുടെ പേരല്ല എന്ന് സ്വാമിജിയോട് തന്നെ പറഞ്ഞു എന്ന് പറയുക. അങ്ങനെ സ്വാമിജിക്ക് അതിനെ സമ്മതിക്കേണ്ടി വന്നു. ആ സമയത്ത്
സ്വാമിജിയോട് മിഷൻ ഒരു പ്രതിജ്ഞ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാമിജി പറഞ്ഞിട്ടുള്ള പ്രതിജ്ഞ, ഈ ഭഗവത്ഗീത 18 അധ്യായം സർവധർമാൻ പരിത്യജ്യ കഴിഞ്ഞ നിങ്ങൾക്ക് അതിനെ ഘടിപ്പിക്കാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ. സ്വാമിജി ഒരു ഒഴുക്കായിട്ട് പറയുകയായിരുന്നു. നമുക്ക് അത്ഭുതം തോന്നുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രതിജ്ഞയുണ്ടല്ലോ, ആ രാജ്യത്തിന്റെ പ്രതിജ്ഞ ഉണ്ടാക്കുന്നതിന് ഒരുപാട് നിയമജ്ഞന്മാരും സാഹിത്യത്തിലുള്ളവരും പല തുറയിലുള്ളവര് എത്രയോ ദിവസങ്ങൾ ഇരുന്നിട്ടുണ്ട് അത്രേ അതിന്റെ പിറകിൽ. ഇത് സ്വാമിജി ഒരു ഒഴുക്കായിട്ട് ഇങ്ങനെ പറയുന്നു. അതിൽ സ്വാമിജി തുടങ്ങുന്നത് വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി ബൗണ്ട് ടു ഈച്ച് അതർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ സുന്ദരമായിട്ടുള്ള മലയാള വ്യാഖ്യാനമുണ്ട്. സ്വാമി ഒന്ന് പറയാം, നിങ്ങൾ ഓർത്തോളൂ. പറയുന്നത് ഇതാണ്: സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. 3-ാം അധ്യായം, 12-ാം അധ്യായം ഇതൊക്കെ അതിലുണ്ട്. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാ സന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ നാം സേവനമനുഷ്ഠിക്കും. നാം സേവനമനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം സേവനം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. എല്ലാം നമുക്ക് തരുന്നതാണ്. അപ്പോ ഇവിടെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ആ നോക്കാം എന്നാണ്. പക്ഷെ ഇവിടെ അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രതിജ്ഞ എന്ന് പറയുമ്പം ആ ട്രൈ എന്നല്ല. പിന്നെയോ പ്രതിജ്ഞയ്ക്ക് അത് തയ്യാറാവലാണല്ലോ, അതാണ് ഞാൻ എന്നുള്ളതാണ്. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അകത്തുള്ള നീചവാസനകൾ? പുറത്തുള്ളത് അമാനിത്വം, അദമ്പിത്വം, ദമ്പം, ദർപ്പം ഇത്യാദികളൊക്കെ. അതേപോലെ പുറത്തുള്ളത് എന്താണ്? എല്ലാ നീചവാസനകളോടും പൊരുതുവാൻ സദാ സന്നദ്ധവും എപ്പോഴും സന്നദ്ധനായിരിക്കണം എന്ന് പറയാം. സുധീരവും സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ നാം സേവനമനുഷ്ഠിക്കുക. അനുഭവിക്കുന്നതിൽ കൂടുതൽ കൊടുത്തും അനുഭവിക്കുന്നതിൽ കൂടുതൽ നമ്മൾ എന്ത് വേണം? കൊടുക്കണം എന്ന് പറയാം. അനുഭവിക്കുന്നതിൽ കൂടുതൽ നാം ഉത്പാദിപ്പിക്കണം. ഇവിടെ നിങ്ങൾ എന്താണ് അനുഭവിച്ചത്? ഇവിടെ നമ്മൾ അനുഭവിച്ചത് എന്താ? ഈ ജ്ഞാന യജ്ഞത്തിൽ അറിവ് നേടുക എന്നുള്ളതാണ്. അതിനെ കൂടുതലാക്കണം. കൂടുതലാക്കൽ എങ്ങനെയാ? ശ്രവണം, മനനം, നിധിധ്യാസനം. നവധാഭക്തിയിൽ ശ്രവണം, കീർത്തനം. അടുത്തത് കീർത്തനമാണ്. അപ്പൊ കേട്ടതിനെ സഹചരുമായി പങ്കുവെക്കണം. നിങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. സ്വാമി പറയുന്ന തമാശകൾ പറയാറുണ്ട്, ഒപ്പം കാര്യങ്ങളും കൂടെ പറയണം. അപ്പൊ ഈ തമാശ കേൾക്കാൻ അവിടെ പോകുന്നത് എന്നാവും. അപ്പൊ സൈന്യം എന്ന് പറഞ്ഞാല് സൈന്യത്തിന് ഒരു അച്ചടക്കമൊക്കെ ഉണ്ട് എന്ന് പറയാം. സൈന്യത്തെ പോലെ എന്നാ പറയുക. എടുക്കുന്നതിലധികം കൊടുക്കും. എന്താണോ ഇവിടുന്ന് എടുത്തത് അതിനെ അധികമാക്കി ചുറ്റുപാടിന് കൊടുക്കണം എന്ന് പറയാം. ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. ത്യാഗവും സേവനവും, ഇതാണ് സത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള ജീവിതത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ നമുക്ക് ജീവിതത്തെ നയിക്കാൻ സാധിക്കട്ടെ. നന്മയുടെയും ധൈര്യത്തിന്റെയും വിവേകത്തിന്റെയും മാർഗത്തിലൂടെ. നമ്മുടെ മാർഗം ഏതാണ്? നന്മയുടെയും ധൈര്യത്തിന്റെയും വിവേകത്തിന്റെയും മാർഗത്തിലൂടെ നമ്മെ നടത്തുവാൻ ഭഗവത് കാരുണ്യത്തിനായി നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ ഇതിനായിരിക്കണം. ഇതാണ് ഭഗവത്ഗീത നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ധൈര്യത്തിന്റെ വിവേകത്തിന്റെ മാർഗത്തിലേക്ക് പറയുന്നു. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ, ഇത് ഗംഭീര വരിയാണ്. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. കരന്യാസത്തിലൂടെ അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ. ഭഗവാനെ, അങ്ങയുടെ എന്തൊക്കെ, അതായത് നമ്മൾ പഠിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശശ്രിയ വൈരാഗ്യസ്യാധമോക്ഷസ്യ ഷണ്ണാം ഭഗ ഇതീരിണ. ഭഗകൾ ഉള്ളവൻ. അപ്പൊ അങ്ങയുടെ ഗുണങ്ങളെല്ലാം എന്നിലൂടെയാണ് ലോകത്തിൽ പ്രകടമാകാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ അങ്ങ് മാധവനാണ്. അറിവായി അങ്ങ് എന്റെ ഉള്ളിലുണ്ട് എന്ന് പറയാം.
അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. എങ്കിൽ ഞാനൊരു പാഞ്ചജന്യമാകുന്നു, അല്ലേ? അപ്പൊ ഞാനൊരു മുരളിയാകുന്നു എന്ന് പറയാം. സ്വരാജ്യ സേവനം സർവേശ്വര സേവനമെന്നും. രാജ്യസേവനമാണ് സർവേശ്വര സേവനം എന്ന് പറയാം. ജനങ്ങളോടുള്ള ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തി. അപ്പൊ ജനങ്ങളോടുള്ള ഭക്തിയാണ് പരമാത്മാവിനോടുള്ള ഭക്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച്, അവസാനത്തെ വരിക നല്ല ഓർമ്മയിലിരിക്കട്ടെ, ഞങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധമുണ്ട്. ഇതൊരു ബോധം ഉണ്ടായിരിക്കണം. അവ നിറവേറ്റുവാനുള്ള പ്രാപ്തിയും ധീരതയും ഞങ്ങൾക്ക് നൽകുക. ഇവിടെയാണ് ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷൂപജായതേ, അതിന് പകരം വയ്ക്കാനുള്ള ധ്യാനം. അല്ലെങ്കിലോ വിനശ്യതി എന്ന് പറയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ അറിവിനെ നമ്മുടെ വീട്ടിലുള്ളവർക്ക്, ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിലുള്ളവരെ ഇരുത്തിയിട്ട് പറയാൻ തുടങ്ങണ്ട, വാ ഇവിടെ ഇരി, ഇന്ന് തന്നെ ഞാൻ ഗീത പറഞ്ഞുതരാം, അത് വിട്ടേക്കൂ, അത് വേണ്ട എന്ന് പറയാം. നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പകരാനുള്ള ഒരു രീതിയുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് രീതിയിലേ പറയാവൂ. ഗീതയാണെന്ന് പറയാതെ ഈ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ സ്വാമിജി ഗീത എന്ന് പറഞ്ഞിട്ടാണോ പ്രതിജ്ഞ പറഞ്ഞിട്ടുള്ളത്? അല്ല. അനുഭവിക്കുന്നതിൽ കൂടുതൽ നാം ഉത്പാദിപ്പിക്കണം. ഇവിടെ നിങ്ങൾ എന്താണ് അനുഭവിച്ചത്? ഇവിടെ നമ്മൾ അനുഭവിച്ചത് എന്താ? ഈ ജ്ഞാന യജ്ഞത്തിൽ അറിവ് നേടുക എന്നുള്ളതാണ്. അതിനെ കൂടുതലാക്കണം. കൂടുതലാക്കൽ എങ്ങനെയാ? ശ്രവണം, മനനം, നിധിധ്യാസനം. നവധാഭക്തിയിൽ ശ്രവണം, കീർത്തനം. അടുത്തത് കീർത്തനമാണ്. അപ്പൊ കേട്ടതിനെ സഹചര്യമായി പങ്കുവെക്കണം. നിങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. സ്വാമി പറയുന്ന തമാശകൾ പറയാറുണ്ട്, ഒപ്പം കാര്യങ്ങളും കൂടെ പറയണം. അപ്പൊ ഈ തമാശ കേൾക്കാൻ അവിടെ പോകുന്നത് എന്നാവും. അപ്പൊ സൈന്യം എന്ന് പറഞ്ഞാല് സൈന്യത്തിന് ഒരു അച്ചടക്കമൊക്കെ ഉണ്ട് എന്ന് പറയാം. സൈന്യത്തെ പോലെ അവർ എടുക്കുന്നതിലധികം കൊടുത്തും, എന്താണോ ഇവിടുന്ന് എടുത്തത് അതിനെ അധികമാക്കി ചുറ്റുപാടിന് കൊടുക്കണം എന്ന് പറയാം. ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. ത്യാഗവും സേവനവും, ഇതാണ് സത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള ജീവിതത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ നമുക്ക് ജീവിതത്തെ നയിക്കാൻ സാധിക്കട്ടെ. നന്മയുടെയും ധൈര്യത്തിന്റെയും വിവേകത്തിന്റെയും മാർഗത്തിലൂടെ. നമ്മുടെ മാർഗം ഏതാണ്? നന്മയുടെയും ധൈര്യത്തിന്റെയും വിവേകത്തിന്റെയും മാർഗത്തിലൂടെ നമ്മെ നടത്തുവാൻ ഭഗവത് കാരുണ്യത്തിനായി നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ ഇതിനായിരിക്കണം. ഇതാണ് ഭഗവത്ഗീത നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ധൈര്യത്തിന്റെ വിവേകത്തിന്റെ മാർഗത്തിലേക്ക് പറയും. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ, ഇത് ഗംഭീര വരിയാണ്. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. കരന്യാസത്തിലൂടെ അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ. ഭഗവാനെ, അങ്ങയുടെ എന്തൊക്കെ, അതായത് നമ്മൾ പഠിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശശ്രിയ വൈരാഗ്യസ്യാധമോക്ഷസ്യ ഷണ്ണാം ഭഗ ഇതീരിണ. ഭഗകൾ ഉള്ളവൻ. അപ്പൊ അങ്ങയുടെ ഗുണങ്ങളെല്ലാം എന്നിലൂടെയാണ് ലോകത്തിൽ പ്രകടമാകാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ അങ്ങ് മാധവനാണ്. അറിവായി അങ്ങ് എന്റെ ഉള്ളിലുണ്ട് എന്ന് പറയാം. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. എങ്കിൽ ഞാനൊരു പാഞ്ചജന്യമാകുന്നു, അല്ലേ? അപ്പൊ ഞാനൊരു മുരളിയാകുന്നു എന്ന് പറയാം. സ്വരാജ്യ സേവനം സർവേശ്വര സേവനമെന്നും. രാജ്യസേവനമാണ് സർവേശ്വര സേവനം എന്ന് പറയാം. ജനങ്ങളോടുള്ള ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തി. അപ്പൊ ജനങ്ങളോടുള്ള ഭക്തിയാണ് പരമാത്മാവിനോടുള്ള ഭക്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച്, അവസാനത്തെ വരിക നല്ല ഓർമ്മയിലിരിക്കട്ടെ, ഞങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധമുണ്ട്. ഇതൊരു ബോധം ഉണ്ടായിരിക്കണം. അവ നിറവേറ്റുവാനുള്ള പ്രാപ്തിയും ധീരതയും ഞങ്ങൾക്ക് നൽകുക. ഇവിടെയാണ് ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷൂപജായതേ, അതിന് പകരം വയ്ക്കാനുള്ള ധ്യാനം. അല്ലെങ്കിലോ വിനശ്യതി എന്ന് പറയാം. അതുകൊണ്ട്
ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ അറിവിനെ നമ്മുടെ വീട്ടിലുള്ളവർക്ക്, ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിലുള്ളവരെ ഇരുത്തിയിട്ട് പറയാൻ തുടങ്ങണ്ട, ഇവിടെ ഇരി, ഇന്ന് തന്നെ ഞാൻ ഗീത പറഞ്ഞുതരാം, അത് വിട്ടേക്കൂ, അത് വേണ്ട എന്ന് പറയാം. നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പകരാനുള്ള ഒരു രീതിയുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് രീതിയിലേ പറയാവൂ. ഗീതയാണെന്ന് പറയാതെ ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ സ്വാമിജി ഗീത എന്ന് പറഞ്ഞിട്ടാണോ പ്രതിജ്ഞ പറഞ്ഞിട്ടുള്ളത്? അല്ല. ശരി, നമുക്ക് അടുത്ത ശ്ലോകം കാണാം. തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ ന ച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഇതാണ്, മറന്നുപോകരുത് എന്ന് പറയും. ഇപ്പൊ സ്വാമി ഒരു ക്ഷേത്ര വിരോധിയല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. പക്ഷേ ക്ഷേത്ര നിർമ്മാണത്തെക്കാൾ പരമപ്രധാനമായിട്ടുള്ള നിർമ്മാണം ഇതാണ്. അതുകൊണ്ടാണ് സ്വാമിജിയുടെ ഈ ഭഗവത്ഗീതയുടെ വേറൊരു കമന്ററിക്ക് ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് എന്നാ പറഞ്ഞത്. ആർട്ട് ഓഫ് ടെമ്പിൾ മേക്കിംഗ് അല്ല, മനുഷ്യ നിർമ്മാണ കല എന്ന് പറയും. അതാണ് ആവശ്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഓരോരുത്തരും ഈ ദൗത്യം ഏറ്റെടുക്കണം. മറ്റത് കാശുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ എന്തു വേണമെങ്കിൽ ഏത് തരത്തിലുള്ള ബിൽഡിങ്ങുകളും നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം, നമ്മുടെ സംസ്കാരം ഇത്തരത്തിൽ ഏതെങ്കിലും ബിൽഡിങ്ങുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നതല്ല. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. രണ്ട് സംസ്കാരത്തിലുള്ളവരെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് ഇങ്ങനെയുള്ള ഈ പ്രതീകങ്ങളെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിന്റെ അപ്പുറത്തേക്ക് നാം പോയി കഴിഞ്ഞാൽ പിന്നെ ആര് എന്ത് ചെയ്തോട്ടെ, അല്ല അവിടെ അമ്പലം പണിതേ പറ്റും, അല്ല അവിടെ പണിയാൻ സമ്മതിക്കില്ല. അയോധ്യ എന്ന് പറഞ്ഞാൽ ആയോധനം നിലച്ച ഭൂമി എന്നാണ്. എന്നിട്ടിപ്പോ എന്താ സ്ഥിതി? അല്ലേ? അവിടെ എല്ലാം തോക്കുധാരികളാണ്. അപ്പൊ ഇതൊരു നമ്മുടെ ഉള്ളില് നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഒരു സംഘർഷവും നമുക്കുണ്ടാകരുത്. എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം ഗുരുവായൂരിൽ ബോംബ് ഭീഷണി എന്ന്. പേടിയാവും. എന്താ പേടി? ആളുകൾ എന്തൊക്കെയാ ചെയ്തുകൂടാത്ത ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുകളുണ്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ, ഇതൊക്കെ സംരക്ഷിക്കുന്ന വിദ്വാൻമാർ. എന്നിട്ട് ആദ്യം എന്താ ചെയ്യാന്നറിയോ? റോഡിന്റെ നടുക്ക് കല്ല് അങ്ങോട്ട് വെക്കും. എന്നിട്ട് വരുന്ന KSRTC ബസ്സിനെയാണ് ആദ്യം അങ്ങോട്ട് ലെവലാക്കുക. ഇതിന് സംരക്ഷിക്കുന്നു ക്ഷേത്രത്തെ അല്ലെങ്കിൽ പള്ളിയെ. ഈ യോഗം കൂടിയിട്ട് എടോ ഇത് മനസ്സിലാക്കൂ, 4 അക്ഷരം പഠിക്കൂ എന്ന്. ഈ പഠിക്കൽ തന്നെയാ പ്രതികരിക്കൽ, അല്ലാതെ വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കലല്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട കുറച്ച് ആളുകളെങ്കിലും ഈ ഒരു അറിവിനായിക്കൊണ്ട്. തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ അവനേക്കാൾ എന്നാണ്. ആരേക്കാൾ? മുൻ പറഞ്ഞ ഉപദേഷ്ടാവിനേക്കാൾ പറയണു. മേ പ്രിയകൃത്തമഹ, എനിക്ക് ഏറ്റവും പ്രിയം ചെയ്യപ്പെട്ടവനായിട്ട് മനുഷ്യരിൽ ന കശ്ചിത്, ഒരുത്തനും ഇല്ല. എനിക്ക് പ്രിയപ്പെട്ടവനാന്ന് പറയാം. അതുകൊണ്ട് തസ്മാത് മേ പ്രിയതരഹ, അവനേക്കാൾ എനിക്ക് അധികം ഇഷ്ടമുള്ളവനായിട്ട് അന്യഹ ഭുവി ഭവിത ച ന, അവനേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് ഇനി ഈ ദുനിയാവിൽ എനിക്കാരും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പൊ ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെ ആരാണോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത്, എന്നിട്ട് അവരിൽ ഭക്തിയെ ജനിപ്പിക്കുന്നത്. ഭക്തി ജനിക്കേണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ? ശാസ്ത്രവിചാരത്തിലൂടെ. ആ ശാസ്ത്രവിചാരത്തിലൂടെ വേണം ഇത് ജനിക്കാൻ. അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കും. എന്നിട്ട് ഈ കുട്ടികളൊക്കെ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കും, മോനെ ഇതാരാണ്? അപ്പൊ കുട്ടി പറയും ഉണ്ണികൃഷ്ണൻ. അവനറിയാം, ഉണ്ണികൃഷ്ണനെ അറിയാൻ സ്വാമി. പിന്നെ ഈ ഗണപതിയൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും എന്ന് പറയാം, ഗണപതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രയായിക്കഴിഞ്ഞാൽ നല്ലത് തന്നെ.
പ്രതീകങ്ങളൊക്കെ വെച്ച് അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ ചോദിക്കാൻ തുടങ്ങും, എന്തിനാ അമ്മ അമ്പലത്തിൽ പോണത്, എന്തിനാ പ്രാർത്ഥിക്കണത്? അപ്പോഴോ നീ അങ്ങോട്ട് കേട്ടാ മതി. നീ എന്തിനാ, എന്ത് വലിയ കമ്മ്യൂണിസ്റ്റുകാരനാ? അവൻ ഒരു ഉപനിഷത്ത് വിദ്യാർത്ഥിയെ പോലെ അവൻ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാ ഞാൻ പോണത് എന്ന്. അപ്പൊ അവനോട് ചോദിക്കുക, നിന്റെ കൂട്ടുകെട്ടാരാ? നീ എന്നാ ഈ തർക്കുത്തരമൊക്കെ പറയാൻ തുടങ്ങിയത്? ഒരു തർക്കുത്തരവും അവൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നന്നായി പറഞ്ഞു കൊടുക്കണം എന്ന് പറയാം. എന്തിന് ക്ഷേത്രത്തിൽ പോണു, എന്തിന് പ്രാർത്ഥിക്കണം, അല്ല. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. തുടർന്ന് അധ്യേഷ്യത്തെ ചയ ഇമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. അധ്യേഷ്യേ തേ ച യ ഇമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേന അഹം ഇഷ്ടഃ സ്യാം ഇതി മേ മതിഃ. അവയോഹോ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളുകളുടെയും ധർമ്മ്യം, ഈ ധർമാനുരൂപമായിട്ടുള്ള ഇമം സംവാദം, നമ്മൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ഈ കാര്യമുണ്ടല്ലോ, ഇതിൽ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഉള്ളൂ പങ്ക് എന്ന് പറയാം. ഇതില് നമ്മൾ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടുള്ള ഈ സംവാദത്തെ യാതൊരുവൻ അധ്യേഷ്യതയെ പഠിക്കുന്നുവോ, അധ്യയനം ചെയ്യുന്നുവോ, യാതൊരുവനാണ് ഇത് അധ്യയനം ചെയ്യുന്നത്, തേന അവനാൽ, ജ്ഞാനയജ്ഞേന ജ്ഞാനരൂപമായ യജ്ഞം കൊണ്ട് അഹം ഇഷ്ടഃ ഞാൻ ആരാധിക്കപ്പെട്ടവനായി. ഇവിടെ ആരൊക്കെയോ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് കൃഷ്ണന്റെ വിഗ്രഹം ഇല്ല? ഇതാ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുക, എന്താണ് ഇവിടത്തെ, എന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സ്വാമി എങ്ങനെ കൈചൂണ്ടി ഇരിക്കുകയാണ്. കുറെ പേരുണ്ട് ഇവിടെ, നിരീശ്വരവാദികളാക്കി വിടും നിങ്ങളെ കുറച്ചു പേര്. അതുകൊണ്ട് നമ്മുടെ ചെറിയൊരു അപേക്ഷ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കേൾക്കാനുള്ളൊരു സാവകാശം കാണിക്കുക. നിങ്ങൾ ശരിയായ ഭക്തന്മാരായിരിക്കണം, ഭഗവത്ഗീത പറയുന്ന ഭക്തന്മാരായിരിക്കണം എന്ന് പറയും. കാണിച്ചു കൂട്ടുന്നവരാവരുത്. ആരാണോ ഇത് പഠിക്കുന്നത് അവനാൽ, അതായത് പിന്നെ പഠിച്ചവനാൽ പഠിക്കുക. ഇത് പല വിധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഇതിന്റെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു ഗീത കുട്ടിയെ എങ്ങനെയാ സ്വാധീനിക്കുന്നത്, ഒരു വീട്ടമ്മയെ എങ്ങനെയാ സ്വാധീനിക്കുന്നത്? ചിലപ്പോൾ ആ വീട്ടമ്മയെ സംബന്ധിച്ച് വീടുകൾ വൃത്തിയായിരിക്കുക, ആ കുട്ടികളോടുള്ള പെരുമാറ്റത്തില് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അവർക്ക് പരമമായ മോക്ഷം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാ മോക്ഷം. ശാന്തമായ മനസ്സിന്റെ ഉടമയായി ഇരിക്കുക മരണം വരെ, അത് തന്നെ മോക്ഷം. അതിലപ്പുറത്ത് വേറെന്ത് മോക്ഷം? ഒരല്ലലും അലട്ടും ഇല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സാധിച്ചുവെങ്കിൽ അതിൽ പരം വേറെ ഒന്നും വേണ്ടതില്ല എന്ന് പറയാം. അതുകൊണ്ട് തേന അവനാൽ, ജ്ഞാനയജ്ഞേന ജ്ഞാനരൂപമായ യജ്ഞം കൊണ്ട് അഹം ഇഷ്ടഃ ഞാൻ ആരാധിക്കപ്പെട്ടവനായി ഭവിക്കും. സ്യാം എന്ന് പറഞ്ഞാൽ ഭവിക്കും. ഇതി മേ മതിഹി, ഇത് എന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ജ്ഞാനയജ്ഞം നടത്തണം. അത് ഇങ്ങനെ ഒരു ഹാളിൽ മൈക്ക് വെച്ചിട്ട് എന്നല്ല, വീട്ടിൽ ആരൊക്കെ ആയിട്ടാണെങ്കിലും ഇത് ജ്ഞാനയജ്ഞമാണ് എന്ന് പറയാം. തുടർന്ന് ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. അപ്പോ സ്വാമിയുടെ കാര്യമൊക്കെ ഞങ്ങളുടെ കാര്യം എന്താണെന്ന് അതാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? യഹ നരഹ ശ്രദ്ധാവാൻ അനസൂയ. യഹ യാതൊരു മനുഷ്യൻ, നരഹ നേതൃഗുണമാർന്നവൻ, ശ്രദ്ധാവാൻ ശ്രദ്ധയുള്ളവനായിട്ടും, അനസൂയ അസൂയയില്ലാത്തവനായിട്ടും, ഏതത് ശൃണുയാത് ഇതിനെ, ഈ ഗീതോപദേശത്തെ, നമ്മൾ തമ്മിലുള്ള സംവാദത്തെ, ശൃണുയാത് കേൾക്കുന്ന മാത്രയിൽ, കേട്ടാൽ പോലും, അപി കേട്ടാൽ പോലും എന്ന് പറഞ്ഞാൽ കേട്ടാൽ പോലും എന്താണ്, സഹ അപി അവനും മുക്തനായിത്തീരുന്നു. അപ്പൊ നിങ്ങളുടെ കാര്യവും രക്ഷപ്പെട്ടു. പുണ്യകർമ്മണാം ശുഭാൻ ലോകാൻ പ്രാപ്നുയാത്. മാത്രമല്ല നമുക്കത് പറഞ്ഞിട്ടില്ല. ആ സ്ഥിതി എന്താന്ന് ഭഗവാൻ നിങ്ങളുടെക്ക് ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് എന്തോ ഇത് പറയില്ല, ചില സാധനം മേടിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് സാരി മേടിക്കുമ്പോൾ ടവല് ഫ്രീ എന്ന് പറയുന്നത് പോലെ ഇതാ വേറെ ഒന്നും കൂടെ തന്നിരിക്കണം. പുണ്യകർമ്മണാം പുണ്യകർമ്മങ്ങളുടെ
പുണ്യകർമാക്കൾ ആരൊക്കെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പുണ്യകർമ്മത്തിന്റെ ആ കർമ്മം ചെയ്യുന്നവരുടെ ലോകങ്ങളെ അനുഭവ മണ്ഡലങ്ങളെ പ്രാപിക്കും. അപ്പൊ ഗീതാശ്രവണം എന്താ പറയാ, നല്ലൊരു സംസ്കാരത്തെ ജനിപ്പിക്കാൻ പോകുന്ന ഇടങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. മരണാനന്തരം എന്നതിൽ ഉപരി നിങ്ങൾക്ക് ഇതില് ഒരു ശ്രദ്ധ വന്നു എന്നിരിക്കട്ടെ. ഇനിയിപ്പോ നിങ്ങൾ പോകുന്നു, എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരാളെക്കുറിച്ച് ആരെങ്കിലും പറയണു, ഇങ്ങനെയൊരു മഹാത്മാവ് ഇന്നടുത്തുണ്ട്. അപ്പൊ ആ മഹാത്മാവിനെ കാണാൻ നമുക്ക് തോന്നും. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ ഈ ഒരു ശ്രവണ സംസ്കാരം, ഈ ശ്രവണം ഒരു സംസ്കാരത്തെ സൃഷ്ടിച്ചു. അല്ലെങ്കിലോ എന്ത് മഹാത്മാവ്, എല്ലാം കള്ളന്മാരാ, ഇവരൊക്കെ പറയുന്നേ ഉള്ളൂ. അതൊക്കെ മാറി എന്ന് പറയാം. കാരണം പഴയ മുൻവിധികളൊന്നും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കാരണം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തോന്നും നമ്മൾ അവിടെ പോണം, അതൊരു ശരിയായിട്ടുള്ള ഇടമാണ്. അങ്ങനെ പുതിയ പുതിയ സങ്കേതങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും, ശ്രേഷ്ഠമായ വഴികളിലൂടെ. ഇതൊക്കെ നഷ്ടപ്പെട്ടുവല്ലോ ഇത്ര കാലം എനിക്ക്, അങ്ങനെയുള്ളൊരു നഷ്ടബോധം, നഷ്ടബോധവും ഇല്ലാതെയാവുന്ന വിധത്തിൽ പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കും എന്ന് പറയാം. അത് കേവലം മരണാനന്തരം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പ്രഭാഷണത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു, ശരി, അതൊന്ന് പോയി കേൾക്കാം. അങ്ങനെ അത് കേൾക്കുന്നു, പിന്നെ വേറെ കേൾക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇതാണ്, അതാണ്, ഇതാണ്, ശരിയാ ശരിയാ, അപ്പൊ കൂടുതൽ അറിയണം, കൂടുതൽ പഠിക്കണം. നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ പ്രയാണം ആരംഭിക്കണം. തുടർന്ന് കച്ചിദേതശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസാ കച്ചിദജ്ഞാനസമ്മോഹഃ പ്രണഷ്ടസ്തേ ധനഞ്ജയ. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന അർജുനനോട് ഭഗവാൻ ഒരു ചോദ്യം ചോദിക്കാം. എന്താ ചോദിക്കുന്നത്? കശ്ചിത് ഏതത് ശ്രുതം ഹേ പാർത്ഥ ത്വയാ ഏകാഗ്രേണ ചേതസാ കശ്ചിത് അജ്ഞാനസമ്മോഹഃ പ്രണഷ്ടഃ തേ ഹേ ധനഞ്ജയ. അല്ലയോ അർജുന, ഹേ പാർത്ഥ, ഏതത് ഇത് ഏത് ഈ ഗീതോപദേശം ത്വയാ നിന്നാൽ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ചേതസ. അപ്പൊ ഭഗവാൻ ആ ഒരു ശിഷ്യനെ നീ എങ്ങനെയായിരുന്നു എന്നാണ്. ഇതൊക്കെ ടീച്ചർമാർക്ക് സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു അവസാനം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത്രയും ശ്രദ്ധയോടുകൂടി എന്റെ ക്ലാസ്സിലിരുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ വല്ലതും പിടി കിട്ടിയോ എന്നല്ല എന്ന് പറയാം. ഇവിടെ ഭഗവാന്റെ സമീപനം ഇതാണ്. നോക്കൂ, ഏകാഗ്രേണ ചേതസ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നു, ടീച്ചർക്ക് വളരെ സന്തോഷമായി. അപ്പം ശ്രദ്ധിക്കാതിരുന്നവർക്കും കൂടെ ഒരു അടിയാണത്. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഭഗവാൻ ചോദിക്കുന്നു, ഏകാഗ്രേണ ചേതസ, ഏകാഗ്രമായ മനസ്സുകൊണ്ട് നീ എന്ത് ചെയ്തു? ശ്രുതം, കേട്ടു. കച്ചിത്, അല്ലയോ കച്ചിത് ധനഞ്ജയ, നീ എല്ലാം കേട്ടിട്ടുണ്ടോ എന്നും അതേപോലെ നിനക്ക് തേ അജ്ഞാന സമ്മോഹ പ്രണഷ്ട കച്ചിത്. കച്ചിത് എന്നുള്ളത് ഇവിടെ ചോദ്യമാണ്. നിനക്ക് നിന്റെ അജ്ഞാനത്തിൽ നിന്നുണ്ടായ തെറ്റായ ധാരണകളെല്ലാം നീങ്ങിയോ, നഷ്ടപ്പെട്ടോ? നിനക്ക് എന്തൊക്കെയോ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ, നീ വളരെ ഏകാഗ്രമായിട്ട് കേട്ടു, നിനക്കെല്ലാം നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ ചോദിച്ചതിന് അർജുനൻ ഉത്തരം പറയുന്നു. ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ നാളെ കാണും. അധ്യായത്തെ ഉപസംഹരിച്ചുകൊണ്ട് സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കൂ അർജുന. ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാകുന്നു. വളരെ വിസ്തരിച്ച് നമ്മൾ ഈ ഭാഗം, ഈ ശ്ലോകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഭഗവാൻ തുടർന്ന് അർജുനനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഭഗവാൻ ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറയാം. എന്താണ്?
അല്ലയോ പാർത്ഥ, ത്വയാ ഏകാഗ്രേണ ചേതസ ഏതത് ശ്രുതം കച്ചിത്, നിന്നിൽ ഏകാഗ്രമായ ചിത്തം കൊണ്ട് ഈ പറഞ്ഞത് നീ കേൾക്കപ്പെട്ടുവോ? നമ്മളോടാണ് അർജുനൻ നിമിത്തമാണല്ലോ. ഏകാഗ്രതയോടുകൂടിയിട്ടാണോ നാം ഇത് കേട്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് കേൾക്കേണ്ടത് എന്നുള്ളതാണ്. തുടർന്ന് ഭഗവാൻ പറയുന്നു, തേ അജ്ഞാന സമ്മോഹം പ്രണഷ്ട കച്ചിത്, നിന്റെ അജ്ഞാനത്തിൽ നിന്ന് എന്തൊക്കെയാണോ ഉണ്ടായത് അതെല്ലാം തന്നെ നശിച്ചുവോ, തീർന്നുവോ എന്ന് ചോദിക്കുന്നു എന്ന് പറയാം. ഇതാണ് നമ്മളോട് ചോദിക്കേണ്ടത്. അപ്പൊ സ്വാമിക്ക് ഇവിടെ ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. ചോദ്യം വായിച്ചോട്ടെ. ഞാൻ വളരെ ചുരുക്കത്തിൽ ഒരു കാര്യം താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പൂജ്യ സ്വാമിജി, താങ്കളുടെ അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദിവസവും താങ്കളുടെ ഗീതാജ്ഞാന യജ്ഞം കേൾക്കുന്ന ഒരു ശ്രോതാവാണ്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഈ സമയത്ത് ഇതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയും. ഏകദേശം 4 കൊല്ലം മുമ്പ് ഞാനും എന്റെ ഭാര്യയും മൂകാംബികയിൽ പോവുകയായിരുന്നു. തീവണ്ടിയിൽ മംഗലാപുരം വരെയും അവിടെ നിന്ന് ബസ്സിൽ മൂകാംബികയിലുമാണ് യാത്ര ചെയ്തത്. ആ യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറയാനാണ്. എന്റെ ഭാര്യയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്തെന്നാൽ, എവിടെ പോകുമ്പോഴും ബസ്സിലായാലും നടന്നായാലും അമ്പലങ്ങൾ കണ്ടാൽ അതിന്റെ മുമ്പിൽ നിന്ന് കൈ നെറുകയിൽ തൊട്ട് കൈകൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിക്കുക പതിവാണ്. മംഗലാപുരത്ത് നിന്ന് മൂകാംബികയിലേക്കുള്ള യാത്രാമധ്യേ ഒരിടത്ത് എത്തിയപ്പോൾ ഭാര്യ പെട്ടെന്ന് പതുക്കെ ഉയർന്ന് കൈ നെറുകയിൽ തൊട്ട് കൈകൂപ്പി തൊഴുന്നതാണ് കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ വലിയ ഒരു ഗണപതിയുടെ രൂപമാണ് കണ്ടത്. ഭാര്യ അതിനെയാണ് തൊഴുതതെന്ന് മനസ്സിലാക്കി. കാര്യം മനസ്സിലാക്കിയ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഗണപതി രൂപത്തിന്റെ താഴെ എഴുതിയത് ഗണേഷ് വിടി എന്നാണ്. കാര്യമറിയാതെ തൊഴുന്ന ഇങ്ങനെയുള്ള ഭക്തി ഏത് വിഭാഗത്തിൽ പെടുന്നു? നിങ്ങൾ പറയണം ഏത് വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ ഇവിടെ അദ്ദേഹം പിന്നെ ഉദാഹരിച്ചിട്ടുള്ള രാമായണത്തില് ശ്രീരാമനെ കണ്ട ശബരി ഭക്തി മറന്ന് ശ്രീരാമന് പഴത്തിന്റെ മാംസള ഭാഗം കൊടുക്കാതെ തൊലി കൊടുത്തതിനെ കുറിച്ച് പറയുന്നു. ഇത് ഏത് ഭക്തിയാണെന്ന് നമുക്കിത് ഇപ്പൊ വായിച്ചപ്പോ, ഇവിടെ ഇരുന്ന് വായിച്ചപ്പോ ഓർമ്മ വന്നത്, അതായത് വളരെ വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്തായിരുന്നു സ്വാമി ആദ്യം തന്നെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെയായിരുന്നു. അവിടുന്ന് ഒരു ഉൾഗ്രാമത്തിലേക്ക് ഒരു കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ വിളിച്ചിരുന്നു. അപ്പൊ ആ കുട്ടികള് ഞായറാഴ്ച ദിവസങ്ങളിൽ ബാലഗോകുലത്തിന്റെ ഒരു പരിപാടിയാണ്. അവര് ഞായറാഴ്ച ദിവസങ്ങളിൽ അതുപോലെ ഒരു ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ അവിടെ എല്ലാ ദിവസവും ഈ കുട്ടികൾ പോയി ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നു. അങ്ങനെ അതിന്റെ ഒരു വാർഷികത്തിന് സമ്മാനം കൊടുക്കാനും ഒരു അനുഗ്രഹ പ്രഭാഷണത്തിനൊക്കെ ആയിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരാള് തന്റെ മകള് ഈ ഞായറാഴ്ച ക്ലാസ്സിൽ വന്നതിലൂടെ തനിക്കുണ്ടായ ഒരു വലിയൊരു അനുഭവത്തെ അവിടെ പങ്കുവെച്ചു. നമുക്ക് തോന്നുന്ന അതാണ്. അദ്ദേഹം അത്യാവശ്യം സേവയുള്ള കൂട്ടത്തിലാണ്. സേവ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇനി വിശദീകരിക്കുന്നില്ലേ സ്വാമി. സേവിക്കുന്ന ആളാണ് അത്രേ. അപ്പൊ ഒരു ദിവസം ഈ സേവനം കൂടി, ആരോ സേവിച്ചു അദ്ദേഹത്തെ, സേവനം കൂടിയപ്പം വീട്ടിലേക്ക് വന്നത് മുണ്ടില്ലാതെയാ. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഞാൻ മുണ്ടില്ലാതെ, പലപ്പോഴും മുണ്ട് വല്ലവരും എന്റെ തോളിൽ ഇട്ട് തരും, പക്ഷെ ഇന്ന് നോക്കിയ സമയത്ത്, ആ പിറ്റേ ദിവസം രാവിലെ നോക്കിയ സമയത്ത് മുണ്ടില്ലായിരുന്നു. അതാണെങ്കിൽ നല്ല മുണ്ടുമായിരുന്നു. എന്തോ ഇനിയിപ്പം ശനിയാഴ്ച കൂലി ഒക്കെ കിട്ടിയ സമയത്ത് ഞാനൊരു പുതിയ മുണ്ട് മേടിച്ചു, ഒരു ലുങ്കി മുണ്ട്. അത് ഇതുപോലെ ഒരു ഗണപതി ബ്രാൻഡ് സാധനമായിരുന്നു. ഒരു ഗണപതി മുണ്ട, ഗണപതിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള മുണ്ടാണ്. അപ്പൊ ഈ കുട്ടി അതിന്റെ തൊട്ട് മുൻപ് എന്തോ 2 ആഴ്ചയിൽ എന്തോ ഈ ക്ലാസ്സിൽ പോയിട്ടുള്ള. അപ്പൊ ഈ കുട്ടി ഇത് വളരെ കേടൊന്നും വരാതെ ഇതിനെ പതുക്കെ എടുത്ത് കീറാതെ വളരെ ഇതായിട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അവരുടെ വീട്ടിൽ ഒരു പ്രത്യേക ഭാഗത്ത് അതിനെ ഒട്ടിച്ചു വെച്ചു, വറ്റൊക്കെ വെച്ച് ഒട്ടിച്ചു വെച്ചിട്ട് ഒരു ദിവസം ഈ കുട്ടി ഈ ഗണപതിയോട് പ്രാർത്ഥിക്കുന്നത് ഇയാൾ കേൾക്കുന്നതാണ്.
എന്റെ അച്ഛൻ കുടിച്ചു വന്ന് അമ്മയെ അടിക്കരുതേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയാണ്. എന്റെ മകള്, അവളുടെ ശബ്ദം ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഒരു വേദാന്തിയോ ഒന്നുമല്ലാത്ത അദ്ദേഹം പറയാണ്, എന്റെ ഉള്ളിൽ ഒരു തീഗോളം വിഴുങ്ങിയതുപോലെ. അന്ന് ഞാൻ ഷാപ്പിൽ പോയിട്ട് എനിക്ക് കുടിക്കാൻ സാധിച്ചിട്ടില്ല, പിറ്റേന്ന് ഞാൻ പോയി സാധിച്ചിട്ടില്ല, ഇതാ ഇന്നേ തീയതിയായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയാം. പിന്നെ ഞാൻ ചെയ്തത്, ഞാൻ നല്ലൊരു ഗണപതിയുടെ പടം മേടിച്ച് കൊണ്ടു കൊടുത്തു. ഗണേശ് ബീഡിയോ എന്തോ ബീഡി, ഏതായാലും സാധു ബീഡി, സാധു കണ്ടിട്ടില്ലേ, യോഗി ബീഡി, സാധു ബീഡി, ഏതായാലും ഇവർക്കൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ആളുകൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ്. അത് തെറ്റാണെന്നൊന്നും പറയണ്ട. ഗണപതിയുടെ രൂപം കണ്ടപ്പോ അത് താഴെ ബീഡി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനെ ഏത് ഭക്തി, സ്വാമി ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈശാവാസ്യം ഇതം സർവം എന്ന് നമ്മൾ എന്താണ്, നമുക്ക് സംശയമില്ലാത്തതായിട്ട് തീരണം. പ്രകൃതിയെ ഈശ്വരനായി കാണലാണ് ഗീത. ഗീത അതിനാണ് ഊന്നൽ നൽകുന്നത്. എല്ലാം ഈശ്വരൻ തന്നെ. പിന്നെ അദ്ദേഹം ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുള്ളത്, സമൂഹ വിവാഹ ചടങ്ങില് വരനെ കൊണ്ട് വധുവിന്റെ കാൽ തൊട്ടു തൊഴുവിച്ചതായിട്ട് പത്രവാർത്ത, അത് അദ്ദേഹത്തിന് വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ശരിയാണോ എന്നാണ് നമ്മൾ പറയുന്നത്. ദിവസവും ഓരോ ഇങ്ങനെ കാല് പിടിക്കുന്നത് നല്ല, വിവാഹത്തിന്റെ ദിവസം മാത്രമല്ല, ദിവസവും പരസ്പരം ഇത് എന്താ പറയാ, നല്ലതാണ്. അതിലൊന്നും കുറച്ചിലും ഒന്നുമില്ല. അത് നമ്മുടെ വിവാഹത്തില് പല വിവാഹങ്ങളുണ്ട്. ഭാരതീയ സമ്പ്രദായത്തിൽ പലതരത്തിലുള്ള വിവാഹമുണ്ട് നമ്മുടെ ആചാര്യന്മാര്. അതിലൊരു വിവാഹത്തില് വരൻ വധുവിന്റെ പാദം പിടിച്ചുകൊണ്ട് 7 ചുവടുകൾ വെപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. നിന്നെ പല തലങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകാം എന്നൊരു ഉറപ്പ് കൊടുക്കലാണ്. സഹധർമ്മിണി എന്നാണല്ലോ, ധർമ്മത്തിൽ ചരിക്കാൻ എന്നെ സദാസമയം പ്രേരിപ്പിക്കേണ്ടവളാണ് നീ. അതുകൊണ്ട് ഗുരുവിൽ നിന്ന് എന്തൊക്കെ ഞാൻ അധ്യയനം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ നിന്നോട് പങ്കുവെക്കാം. ഇന്നു മുതൽ നമ്മൾ ഒന്നാണെന്ന് പറയാം. അങ്ങനെ അവിടെ അതൊരു കുറച്ചിലൊന്നും ആവുന്നില്ല. ഏതായാലും എഴുതിയ ശ്രോതാവിന് പരീക്ഷിക്കാം മാറ്റങ്ങളുണ്ടോന്ന്. ഇന്ന് തന്നെ കാല് പിടിച്ച് തുടങ്ങാമെന്ന് പറയാം. ഇങ്ങനത്തെ ഒരു മാറ്റം ഇതിൽ വരുന്നുവെങ്കിൽ നല്ലതാണ്. സ്വാമി നിങ്ങളോട് ചോദിക്കണു, എന്താ എല്ലാ സംശയങ്ങളും തീർന്നോ, എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുവോ? ഇവിടെ കേൾക്കേണ്ടതിനെ കുറിച്ച് ഭഗവാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കേൾക്കേണ്ടത്? വെറുതെ കേൾക്കുക എന്നുള്ളതല്ല എന്ന് പറയാം. പിന്നെയോ ഏകാഗ്രേണ ചേതസ, ഏകാഗ്രമായ മനസ്സോടുകൂടിയിട്ട്. അതിന് അർജുനൻ എന്താണ് ഉത്തരം പറയുന്നത് നോക്കാം. അർജുന ഉവാച നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹഃ കരിഷ്യേ വചനം തവ. അർജുന ഉവാച, അർജുനൻ ഭഗവാനോട് മറുപടി പറയുന്നു. നഷ്ടഃ മോഹഃ സ്മൃതിഃ ലബ്ധ്വാ ത്വത്പ്രസാദാത് മയാ അച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹഃ കരിഷ്യേ വചനം തവ. ഹേ അച്യുത, അല്ലയോ ച്യുതിരഹിതനായ ഭഗവാനെ, ഒരിക്കലും വീഴാത്തവൻ അച്യുതൻ എന്ന് പറയാം. അങ്ങനെയുള്ള അർജുനൻ ഭഗവാനോട് ആദ്യം ഈ പേര് ചൊല്ലിയിട്ടാണ് എന്റെ സൈന്യങ്ങളുടെ എന്റെ രഥത്തെ 2 സൈന്യങ്ങളുടെയും മധ്യത്തിലായി നിർത്താൻ പറഞ്ഞത്. വീണ്ടും അർജുനൻ പറയുന്നു, അല്ലയോ അച്യുത, ത്വത്പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹത്താൽ, അങ്ങയുടെ സാന്നിധ്യമാത്രയാൽ, മോഹഃ നഷ്ടഃ, എന്റെ മോഹം ഇല്ലാതെ എന്ന് പറയാം. എന്തു വന്നു പകരം? മയ സ്മൃതി ലബ്ധഃ, മയ എന്നാൽ സ്മൃതി ലഭിക്കപ്പെട്ടു. ഇത് വളരെ ആലോചിക്കേണ്ടുന്ന ഒന്നാണ്. ഭഗവാന്റെ വാക്കുകൾ, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ വാക്കുകൾ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളൊക്കെ ഇവിടെ പറയുന്ന ഒരു ആചാര്യന്റെ വാക്കുകൾ ഒരിക്കലും
അത് നമ്മുടേതാക്കരുത് എന്ന് പറയാം. പിന്നെ എന്തു വേണം? അതുമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകണം. എന്നിട്ട് ഉള്ളിൽ നിന്നുള്ള വാക്കിന് നമ്മൾ കാതോർക്കണം. ആ വാക്കുകളാണ് നമുക്ക് എന്തുണ്ടാക്കി തരുന്നത്? സ്മൃതി ഉണ്ടാക്കി തരുന്നത് എന്ന് പറയും. സ്മൃതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു വജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ആ സ്മൃതിയാണ് ഇവിടെ എന്താണ് അർജുനൻ പറയുന്നത്? അതെനിക്ക് കിട്ടി എന്ന് പറയാം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാശമാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്തു വേണം? ഈ വാക്കുകളെ കടമെടുക്കാതെ, അല്ലെങ്കിൽ വാക്കുകളിൽ ജീവിക്കാതെ, എന്താണോ അത്, എന്താ നമ്മുടെ ഉള്ളിലേക്ക് അതെന്താണ് നമ്മിൽ ഉണ്ടാക്കുന്നത്, അതുമായിട്ട് ഉള്ളിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയാം. എന്നിട്ടോ നമ്മുടെ ശബ്ദത്തെ കേൾക്കേണ്ടതുണ്ട് എന്ന് പറയാം. ഉള്ളിൽ നിന്ന് എന്താണ് വരുന്നത് എങ്കിൽ അത് നമ്മളെ അനുഗ്രഹിക്കും. അല്ലെങ്കിലോ പറയുന്ന ആളുടെ വാക്കിനനുസരിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പറയുന്ന ആള് നിങ്ങൾക്ക് ഒരിക്കലും ഗുരുവായി ഭവിക്കില്ല എന്ന് പറയാം. ഗീത പോലും, ഭഗവാൻ പോലും പകരം ശത്രുവായിട്ടേ തീരൂ എന്ന് പറയാം. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് അതുമായിട്ടുള്ള ഒരു താതാത്മ്യം ആവശ്യമാണ്. അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ നിഷേധിക്കാൻ എളുപ്പത്തിൽ തോന്നുന്നത്. ഗീതയിൽ അങ്ങനെ പലതും പറയും, അതൊന്നും നടപ്പിലില്ല. എന്തുകൊണ്ടാ? ഇത് ഉള്ളിലേക്ക് എടുത്തിട്ടില്ല എന്ന് പറയാം. ശ്രവണാനന്തരം മനനവും നിധിധ്യാസനവും നടന്നു കഴിഞ്ഞാൽ അത് നമ്മിലാകെ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നു പറയാം. അത് ഹേതുവായിട്ട് ഭഗവാനോട് അർജുനൻ പറയുന്നു, മയാ സ്മൃതി ലബ്ധഃ, എന്നിൽ സ്മൃതി ഉണർന്നു, എന്റെ സ്മൃതി എനിക്ക് കിട്ടി എന്ന് പറയാം. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. ഗത സന്ദേഹ, സന്ദേഹം അറ്റവനായി, സന്ദേഹമെല്ലാം എന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഹേ ഭഗവൻ, അഹം തവ വചനം കരിഷ്യേ, ഞാൻ തവ വചനം, അങ്ങയുടെ വാക്കിനെ എന്താണോ അങ്ങ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ചെയ്യാം. കരിഷ്യേ, ഭഗവാൻ എന്തായിരിക്കാം പറഞ്ഞത്? ഇവിടെയാണ് നമ്മൾ ചെറിയ കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കും. എന്തായിരിക്കാം ഭഗവാൻ യുദ്ധം ചെയ്യൂ എന്ന് അല്ലേ? ഭഗവാൻ, ഞാൻ നിന്നോട്, നീ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് എന്റെ പരമമായ വാക്കിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ അർജുന എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇത് ഞാൻ അനുസരിച്ചോളാം. മാത്രമല്ല അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇനി ഞാനില്ല എന്ന് പറയാം. ഇതുവരെ അർജുനന്റേത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണോ ഭഗവാൻ ഇത് പറയുന്നത് അതോടുകൂടി, അല്ലെങ്കിൽ ഈ അർജുനൻ ഈ ഒരു അഭിപ്രായത്തെ ഭഗവാന്റെ മുൻപിൽ വെക്കുന്നത് നല്ലൊരു ഉറപ്പോട് കൂടിയിട്ടാണ്. അവിടെ അർജുനന് പറയാൻ സാധിക്കുന്നു, എന്ത്? എന്നിലെ സന്ദേഹങ്ങളൊക്കെ നീങ്ങി, ഇനി ഞാൻ അങ്ങയുടെ വാക്കുകളെ കേൾക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള മഹാഭാരത യുദ്ധത്തെ നമ്മൾ ഓർക്കരുത് എന്ന് പറയാം, അല്ലെങ്കിൽ അത് വീണ്ടും നമ്മുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കും. ഇനി അങ്ങനെ അർജുനൻ യുദ്ധം ചെയ്തുവെങ്കിൽ അതെന്തായിരിക്കാം? അപ്പൊ ഇതുവരെ ഭഗവാൻ പറഞ്ഞത് എന്താണ്? നമ്മൾ 1 മുതൽ 18 അധ്യായത്തിൻ്റെതായി ഇതുവരെ കേട്ടിട്ടുണ്ട്. ആരാണ് നിന്റെ ഉള്ളിലെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ള ഈ കാമനയെയാണ് അർജുന നീ ഇവിടെ നിന്റെ ശത്രുവായി അറിയേണ്ടത് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് അർജുനൻ നമ്മൾ കണ്ടു, നന്നായിട്ടൊന്നുകൂടെ ഉറപ്പാക്കുക. ഭഗവത്ഗീത കേൾക്കുന്ന നമുക്ക് ഇനിയും അർജുനൻ അഹിംസയിലാണ് നിലകൊണ്ടത്. ഭഗവാൻ അർജുനനെ ഹിംസയിലേക്ക് തള്ളിയിട്ടു എന്നൊരിക്കലും തോന്നാതിരിക്കട്ടെ. കാരണം ഹിംസയുടെ കാണിക്കല്ലിന്റെ മുകളിൽ നിന്നിട്ടാണ് അർജുനൻ സംസാരിച്ചത്. എന്തെന്ന് പറഞ്ഞാൽ എന്റേതും അവന്റേതും, ഇതാണ് ഹിംസ. ഞാനെന്നോ എന്റേതെന്നോ ആർക്കാണോ ഇല്ലാത്തത് അവനാണ്
അഹിംസ എന്ന് പറയാം. അവിടെയാണ് അഹിംസ. അതിന്റെ വക്താവ് കൃഷ്ണൻ തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിലും വ്യാസര് കൃഷ്ണനെ നിരായുധനായിട്ട് അവതരിപ്പിച്ചതെന്ന് പറയാം. അല്ലെങ്കിൽ 12-ാം അധ്യായം ഭഗവാൻ ഇത്തരത്തിൽ അവതരിപ്പിക്കില്ല. സർവഭൂത ഹിതേരഥനായിട്ട് അർജുന നിലകൊള്ളൂ എന്ന്. യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷ ഭയോദ്വേഗൈ മുക്തോ യസ ച മേ പ്രിയഃ. എന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞത് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് ഞാൻ കേൾക്കാം എന്ന് പറയാം. ഇനി സഞ്ജയൻ ശ്രവണാനന്തരം മനനവും നിധിധ്യാസനവും നടന്നു കഴിഞ്ഞാൽ അത് നമ്മിലാകെ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നു പറയാം. അത് ഹേതുവായിട്ട് ഭഗവാനോട് അർജുനൻ പറയുന്നു, മയാ സ്മൃതി ലബ്ധ, എന്നിൽ സ്മൃതി ഉണർന്നു, എന്റെ സ്മൃതി എനിക്ക് കിട്ടി എന്ന് പറയാം. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. ഗതസന്ദേഹ, സന്ദേഹം അറ്റവനായി, സന്ദേഹമെല്ലാം എന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഹേ ഭഗവൻ, അഹം തവ വചനം കരിഷ്യേ, അഹം ഞാൻ തവ വചനം, അങ്ങയുടെ വാക്കിനെ എന്താണോ അങ്ങ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ചെയ്യാം. കരിഷ്യേ. ഭഗവാൻ എന്തായിരിക്കാം പറഞ്ഞത്? ഇവിടെയാണ് നമ്മൾ ചെറിയ കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കും. എന്തായിരിക്കാം ഭഗവാൻ യുദ്ധം ചെയ്യൂ എന്ന് അല്ലേ? ഭഗവാൻ, ഞാൻ നിന്നോട്, നീ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് എന്റെ പരമമായ വാക്കിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ അർജുന എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇത് ഞാൻ അനുസരിച്ചോളാന്ന്. മാത്രമല്ല അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇനി ഞാനില്ല എന്ന് പറയാം. ഇതുവരെ അർജുനന്റേത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണോ ഭഗവാൻ ഇത് പറയുന്നത് അതോടുകൂടി, അല്ലെങ്കിൽ ഈ അർജുനൻ ഈ ഒരു അഭിപ്രായത്തെ ഭഗവാന്റെ മുൻപിൽ വെക്കുന്നത് നല്ലൊരു ഉറപ്പോട് കൂടിയിട്ടാണ്. അവിടെ അർജുനന് പറയാൻ സാധിക്കുന്നു, എന്നിലെ സന്ദേഹങ്ങളൊക്കെ നീങ്ങി, ഇനി ഞാൻ അങ്ങയുടെ വാക്കുകളെ കേൾക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള മഹാഭാരത യുദ്ധത്തെ നമ്മൾ ഓർക്കരുത് എന്ന് പറയാം, അല്ലെങ്കിൽ അത് വീണ്ടും നമ്മുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കും. ഇനി അങ്ങനെ അർജുനൻ യുദ്ധം ചെയ്തുവെങ്കിൽ അതെന്തായിരിക്കാം? അപ്പൊ ഇതുവരെ ഭഗവാൻ പറഞ്ഞത് എന്താണ്? നമ്മൾ 1 മുതൽ 18 അധ്യായത്തിൻ്റെതാ ഇതുവരെ കേട്ടിട്ടുണ്ട്. ആരാണ് നിന്റെ ഉള്ളിലെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ള ഈ കാമനയെയാണ് അർജുന നീ ഇവിടെ നിന്റെ ശത്രുവായി അറിയേണ്ടത് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് അർജുനൻ നമ്മൾ കണ്ടു, നന്നായിട്ടൊന്നുകൂടെ ഉറപ്പാക്കുക. ഭഗവത്ഗീത കേൾക്കുന്ന നമുക്ക് ഇനിയും അർജുനൻ അഹിംസയിലാണ് നിലകൊണ്ടത്. ഭഗവാൻ അർജുനനെ ഹിംസയിലേക്ക് തള്ളിയിട്ടു എന്നൊരിക്കലും തോന്നാതിരിക്കട്ടെ. കാരണം ഹിംസയുടെ ആണിക്കല്ലിന്റെ മുകളിൽ നിന്നിട്ടാണ് അർജുനൻ സംസാരിച്ചത്. എന്തെന്ന് പറഞ്ഞാൽ എന്റേതും അവന്റേതും, ഇതാണ് ഹിംസ. ഞാനെന്നോ എന്റേതെന്നോ ആർക്കാണോ ഇല്ലാത്തത് അവനാണ് അഹിംസ എന്ന് പറയാം. അവിടെയാണ് അഹിംസ. അതിന്റെ വക്താവ് കൃഷ്ണൻ തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിലും വ്യാസര് കൃഷ്ണനെ നിരായുധനായിട്ട് അവതരിപ്പിച്ചതെന്ന് പറയാം. അല്ലെങ്കിൽ 12-ാം അധ്യായം ഭഗവാൻ ഇത്തരത്തിൽ അവതരിപ്പിക്കില്ല. സർവഭൂത ഹിതേരഥനായിട്ട് അർജുന നിലകൊള്ളൂ എന്ന്. യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷ ഭയോദ്വേഗൈ മുക്തോ യസ ച മേ പ്രിയഃ. എന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞത് ഇതൊക്കെയാണ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് ഞാൻ കേൾക്കാം എന്ന് പറയാം. ഇനി സഞ്ജയനാണ് പറയുന്നത്. എന്താ നോക്കാം. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിമം ശ്രൗഷം അദ്ഭുതം രോമഹർഷണം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറയുന്നു, ഇതി അഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദം ഇമൗ
അശ്രൗഷം അദ്ഭുതം രോമഹർഷണം പറയുന്നു. ഇത് ഇപ്രകാരം അഹം ഞാൻ വാസുദേവന്റെയും ഭഗവാന്റെയും മഹാത്മനഃ പാർത്ഥസ്യ. നോക്കൂ, സഞ്ജയനിലൂടെ വ്യാസഭഗവാൻ അർജുനനെ പരിചയപ്പെടുത്തുകയാണ്. ഇതേ വ്യാസര് തന്നെയാണ് 1-ാം അധ്യായത്തില് കപിധ്വജൻ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ പരിചയപ്പെടുത്തിയത്. കപിധ്വജൻ എന്നതിന് നമ്മൾ അവിടെ കണ്ടു അല്ലെ, കപി കൊടിയടയാളമായിട്ടുള്ളവൻ, കപി കുരങ്ങൻ എന്ന് പറയാം. മനസ്സിന്റെ ചഞ്ചല ഭാവത്തെ അവിടെ അർജുനൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം. ആ ഇളകുന്ന മനസ്സോടുകൂടിയിട്ടുള്ള അർജുനൻ ഇപ്പൊ ഇവിടെ പറയുന്നു എന്താണ്? മഹാത്മനഃ പാർത്ഥസ്യ, മഹാമനസ്കനായ പാർത്ഥൻ എന്ന് പറയാം. അദ്ഭുതം രോമഹർഷണം, ആശ്ചര്യകരമായിട്ടുള്ള രോമഹർഷണം, രോമാഞ്ചമുണ്ടാക്കുന്നതായിട്ടുള്ള ഇമം സംവാദം അശ്രൗഷം, ഈ സംവാദത്തെ അഹം അശ്രൗഷം, ഞാൻ കേൾക്കുകയുണ്ടായി എന്ന് പറയാം. സഞ്ജയനെ നമ്മൾ പഠിച്ചതാണ്, ധൃതരാഷ്ട്രനെ പഠിച്ചതുപോലെ. യഹ വിശിഷ്യതേ ശാസ്ത്രാദി പരിജ്ഞാനേനാം ബഹിർമുഖതാം ഉപേക്ഷ്യ സ സഞ്ജയ എന്ന് പറഞ്ഞു. ശാസ്ത്രാദി പരിജ്ഞാനം കൊണ്ട് ഗുരുമുഖത്തു നിന്നുള്ള വാക്കുകൾ കേട്ടതിന്റെ വെളിച്ചത്തില് ബാഹ്യമായ വസ്തുക്കളിൽ ഞാൻ എന്ന ബുദ്ധി ഉപേക്ഷിച്ചവനാരോ അവനാണ് സഞ്ജയൻ എന്ന സമ്യക്കാകും വണ്ണം ജയിച്ചവൻ. അപ്പൊ ഈ സഞ്ജയൻ പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തന്നെ പോകണം. എപ്പോഴാണോ നമ്മൾ നമ്മുടെ അന്തരാത്മാവുമായി സംസാരിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ കർണേന്ദ്രിയങ്ങളൊക്കെ, നമുക്ക് 3-ാം കണ്ണുപോലെ ഒരു 3-ാം കാതുമുണ്ട്. 3-ാം കണ്ണ് മാത്രമല്ല, 3-ാമത്തെ ഒരു കാതും കൂടെ ഉണ്ട്. ഈ കാത് കേൾക്കപ്പെട്ടതാവും എപ്പം ഈ ബാഹ്യമായ കർണങ്ങളൊന്ന് അടയേണ്ടതുണ്ട് എന്ന് പറയാം. എന്നാൽ ഈ അകത്തു നിന്നുള്ള സഞ്ജയന്റെ ശബ്ദം നമുക്ക് കേൾക്കാമെന്ന് പറയാം. അത് കേട്ടാൽ നമുക്കിതിനെയൊക്കെ ഉപേക്ഷിക്കാമെന്ന് പറയാം. പിന്നെ അതാണ് നമ്മളെ മാധവൻ എന്ന് പറയുന്നത്, ആ അറിവാണെന്ന് പറയാം. അതാണ് നമ്മളെ മുൻപിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ്. അതിനെന്ത് വേണം? അവിടെയാണ് ഭദ്രം കർണേതി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അത് ഞാൻ കേട്ടു. ആര്? സഞ്ജയൻ. നമുക്കും അത് കേൾക്കാൻ സാധിക്കട്ടെ. ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കൂ. എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ തോന്നുന്ന സമയത്ത് ഈ സഞ്ജയന്റെ വാക്കിനായി, ഈ മാധവന്റെ വാക്കിനായി, ഈ ബാഹ്യമായ കർണപുടങ്ങളെയൊക്കെ ഒന്ന്, കണ്ണിനെയും മൂക്കിനെയും നാക്കിനെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കിയിട്ട് കശ്ചിത് ധീരഃ പ്രത്യേക ആത്മാനം ഐക്ഷത് എന്ന് നമ്മൾ കഠോപനിഷത്തിലെ മന്ത്രം സ്മരിച്ചത് ഓർമ്മ വേണം അല്ലെ? പരാഞ്ചികാനി വിതരണ സ്വയംഭൂ. അപ്പൊ ആർക്കാണ് അന്തരാത്മാവിനെ കാണാൻ സാധിച്ചത്? വളരെ ദുർലഭം പേരിൽ ഒരുവന്. എങ്ങനെ സാധിച്ചു? ആവൃത്ത ചക്ഷുഹു, കണ്ണുകളെ ഉള്ളടക്കി എന്ന് പറയാം. അപ്പോഴവന് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ കേൾക്കാൻ സാധിച്ചു. ഇങ്ങനെ കേൾക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന്. ഗീത അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെയാണെങ്കിലോ ഒരു 3000 ചില്ലാനും ഗീതാ വ്യാഖ്യാനങ്ങൾ ഇനിയും ഉണ്ടാവുക എന്ന് പറയാം. സ്വാമിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾ ഇതിന്റെ വക്താക്കളായിട്ട് മാറണം. നമ്മളായിരിക്കണം ഇത് പ്രചരിപ്പിക്കുന്നവർ എന്ന് പറയാം. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ, എവിടെയെങ്കിലുമൊക്കെ ശ്ലോകങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഹാ ചേർത്തോളൂ. അവിടെ കിട്ടാത്തപ്പോക്കെ അങ്ങനെ ചെയ്താൽ മതി. ഇതിനായിട്ട് നമ്മൾ കരന്യാസം വലിയൊരു ഉത്തരവാദിത്വമാണ് സ്വാമി ഓർമ്മിപ്പിക്കുന്നത് ഇല്ലേ? കരന്യാസത്തിലൂടെ നമ്മൾ അതായി തീരുകയായിരുന്നു. ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയാം. അതുകൊണ്ട് ഇതങ്ങോട്ട് നടക്കട്ടെ ഉള്ളില്. ഈ ഒരു ശബ്ദം നമ്മൾ പറഞ്ഞല്ലോ, എന്താ ഒരു ഖഗോള സംഗീതം, ഈ വിശ്വത്തിന്റെ സംഗീതം, അതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒന്നുകൂടെ നമ്മുടെ കർണങ്ങളൊക്കെ സൂക്ഷ്മഭാവത്തെ പ്രാപിക്കേണ്ടതുണ്ട് എന്ന് പറയാം. അതിനായിട്ട് നിങ്ങൾ കാതോർക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഓരോ പ്രഭാതവും പുതുതായിരിക്കണം എന്ന് പറയാം. എന്നും ഈ പാൽക്കാരന്റെ ഈ ബെല്ലടിയോ അല്ലെങ്കിൽ അവനെ ശപിച്ചിട്ടോ പത്രക്കാരനോട് എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒന്നും ആകാതെ
എല്ലാം ഓരോ പ്രഭാതവും പുതിയത് പുതിയത്. അതിനെന്ത് വേണം? ഇതൊന്ന് സാവകാശത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന് പറയാം. നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു ചെറിയ താക്കോൽ പഴുതിലൂടെയായിരുന്നു നാം ഇന്നലെ ലോകത്തെ കണ്ടതെങ്കിൽ ആ വാതിലുകൾ തന്നെ തുറന്നിട്ടിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കണം ഗീതയുടെ വാതില്. അല്ലെങ്കിൽ ജനാലയിലൂടെ ആകാശത്തെ കണ്ട നാം പുറത്തേക്കിറങ്ങി മുറ്റത്തിറങ്ങി ആകാശം കാണുമ്പോഴുള്ള ഒരു കാഴ്ച. അതിനൊക്കെ സാധിക്കട്ടെ. ഇതാ ഞാൻ വാസുദേവന്റെയും ആ മഹാമനസ്കനായിട്ടുള്ള പാർത്ഥന്റെയും അർജുനന്റെയും ആ ആശ്ചര്യകരമായ രോമാഞ്ചമുണ്ടാക്കുന്നതായിട്ടുള്ള ഈ സംവാദത്തെ ഞാൻ കേൾക്കുകയുണ്ടായി. എന്നിട്ടോ ഇതാ പറയുന്നു, വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ് ഗുഹ്യം അഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. അഹം വ്യാസപ്രസാദാത്, അഹം ഞാൻ, വ്യാസപ്രസാദാത് ഭഗവാൻ വ്യാസന്റെ അനുഗ്രഹം ഹേതുവായിട്ട് നമ്മളൊക്കെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു മഹാത്മാവ്, ആ ഒരു പാരമ്പര്യം സദാശിവ സമാരംഭം എന്ന് തുടങ്ങുമ്പോൾ ആ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകൾ അല്ലേ. അതിനൊക്കെ ശേഷം ചിന്മയാനന്ദ നമ്മൾ ആ ഒരു പരമ്പരയെ ചരിത്രപരമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ ശങ്കരാചാര്യസ്വാമികൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള്, വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ നടക്കുന്നത്, പിന്നെ ചിന്മയാനന്ദ സ്വാമികൾ ജ്ഞാനയജ്ഞമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ എത്രയോ നമ്മൾ ഈ കർമ്മബലം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ എത്ര ധന്യരാണ്, സ്വാമി എത്ര ധന്യനാണ്. ഭഗവത്ഗീത സമ്പൂർണമായി ഇവിടെ ഇരുന്ന് വിചാരം ചെയ്തുവെങ്കിൽ ആ മഹാത്മാവിന്റെ തപസ്, കർമ്മം, ആ കർമ്മത്തിന്റെ ഫലമാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. അല്ലാതെ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാം. അത് ഇനിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വ്യാസപ്രസാദം എന്ന് പറയുമ്പം നാം ഇപ്പോഴും അതിന്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഉപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. അതിലെ ഒരു വരി നൗ അധീതം തേജസ്വി അസ്തു എന്നുള്ളതാണ്. എന്തൊക്കെയാണോ നാം അധ്യയനം ചെയ്യുന്നത് അതൊക്കെ തേജസ്സുറ്റതായി തീരട്ടെ എന്നുള്ളതാണ്. ഈ ഒരു മന്ത്രമാണ് ഇതിനെയൊക്കെ ഇങ്ങനെ നിലനിർത്തുന്നത് എന്ന് പറയാം. നമ്മുടെ ഈ തേജസ്സുറ്റ അധ്യയനം അതെങ്ങനെയാണ് തേജസ്സുറ്റതാവുന്നത്? അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ എന്ന് പറയാം. അങ്ങനെ നിലനിന്നതാണ് ഈ ഒരു സംസ്കാരം. അപ്പൊ വ്യാസരുടെ അനുഗ്രഹം കൊണ്ട് എന്ന് പറയുമ്പം ആ പരമ്പരയിലെ വസ്ത്രം നിങ്ങൾ ധരിച്ചിട്ടില്ലെങ്കിലും 108 ദിവസം കേട്ടതിലൂടെ നിങ്ങളും ഇതിലെ ഒരു കണ്ണിയാണ് എന്ന് പറയാം. ഒരു സംശയവും വേണ്ട. പഴയ ഋഷീശ്വരന്മാരൊക്കെ യാജ്ഞവൽക്യനെ പോലെ ഉദ്ദാലകനെ പോലെ ഉള്ളവരൊക്കെ ഗൃഹസ്ഥന്മാരായിരുന്നു, മഹാഗൃഹസ്ഥന്മാരായിരുന്നു. അതിലൊരു തമാശ പറയുമായിരുന്നു, സന്യാസം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ പറയാണ്, യാജ്ഞവൽക്യന്റെ കാര്യം ആലോചിച്ചപ്പോ ആകാന്ന് തോന്നി. കാരണം 2 ഭാര്യമാരുണ്ടായിരുന്നു മൈത്രേയി. ഒരു സാധാരണക്കാരായിരുന്നു. അവരൊക്കെ ഈ പാരമ്പര്യത്തെ കരുത്തുറ്റതാക്കിയിട്ടുള്ളവരാ. നിങ്ങളും അതിന് കണ്ണികളായി തീർന്നു എന്ന് പറയാം നമ്മളൊക്കെ. അപ്പൊ ഇവിടെ വ്യാസപ്രസാദാത് അവിടെ സഞ്ജയൻ പറയുമ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഭാവമാണ്. അഹം വ്യാസപ്രസാദാത്, ഞാൻ വ്യാസഭഗവാന്റെ അനുഗ്രഹം ഹേതുവായിട്ട് പരം ഗുഹ്യം ഏതത് യോഗം, പരം ഏറ്റവും ശ്രേഷ്ഠമായ ഗുഹ്യം രഹസ്യമാർന്ന ഏതത് യോഗം, ഈ യോഗത്തെ വിഷാദത്തിൽ നിന്ന് ആരംഭിച്ച് മോക്ഷസന്യാസത്തിലൂടെ ആ
പല വഴികളിലൂടെ കടന്നു വന്ന ഈ പരമമായ യോഗത്തെ യോഗേശ്വര, ഈ യോഗത്തിന്റെ മുഴുവൻ സമന്വയത്തിന്റെ നാഥനായ, അതിൽ അഗ്രഗണ്യനായ, അതിനെ യോജിപ്പിക്കുന്നതിൽ ഗംഭീരനായിട്ടുള്ള ഭഗവാന്റെ സ്വയം സാക്ഷാത് താൻ തന്നെ നേരിട്ട് കഥയതഃ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൃഷ്ണാത് ശ്രുതവാൻ, കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേട്ടവനാകുന്നു. അപ്പം ആര് നേരിട്ട് കേട്ടവനാണ്? ആര്? സഞ്ജയൻ എന്ന് പറയാം. അതുകൊണ്ട് സഞ്ജയൻ നേരിട്ട് കേൾക്കുകയായിരുന്നു. നമുക്കും അങ്ങനെ കേൾക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ടല്ലോ. എത്രയോ ദൂരെ ഇരുന്ന് സ്വാമി പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ നമ്മുടെ കുട്ടികളുടെ വേദന കേൾക്കാറുണ്ട്. മകള് മദ്രാസിലോ ബോംബെയിലോ അമേരിക്കയിലോ ആയിരിക്കാം. അവൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അവനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഉള്ള വേദന ഇവിടെ നാട്ടില് എറണാകുളത്തോ അവിടെയോ കളമശ്ശേരിയിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമുക്ക് തോന്നുന്നു, അവനെന്തോ എനിക്കൊന്ന് വിളിക്കണം എന്നിട്ട് ഫോൺ ചെയ്യേ, അപ്പൊ പറയാ അമ്മ 2 ദിവസമായി എനിക്ക് സുഖമില്ല എന്നൊക്കെ, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്നിട്ട് അച്ഛനോട് പറയേ ഒന്ന് വിളിക്കൂ എന്നൊക്കെ. ഇത് സ്വന്തം എന്ന കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്, നല്ലത് തന്നെ. ഈ വിശ്വത്തിലേക്ക് ഇതിനെ വിലയിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നായക്ക് എന്തെങ്കിലും അസുഖം വന്ന് അതങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കുമ്പോൾ അതിന്റെ വേദന നമുക്ക് തോന്നാറില്ലേ? നമ്മുടെ വീട്ടിലെ മുരിങ്ങാമരം അതിങ്ങനെ ശോഷിച്ച് പോകുമ്പോൾ അതിന്റെ ഒരു വേദന നമുക്ക് തോന്നാറില്ലേ? ഈ വിശ്വത്തിലേക്ക് അതിനെ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന പറയാം. അപ്പൊ തീരാ ദുഃഖത്തിന്റെ ഉടമയാകുമോ? അങ്ങനെയല്ല. അതുകൊണ്ട് ആ തപോവനസ്വാമികള് ഹിമാലയത്തിൽ നടക്കുന്ന സമയത്ത് വേരുകൾ പുറത്തേക്ക് നിൽക്കുമ്പോൾ തനിക്ക് ദാഹം തോന്നുന്ന ഈ വെള്ളം കിട്ടാത്ത വേര് കാണുമ്പോൾ സ്വാമിയുടെ തൊണ്ട വരളുമായിരുന്നു എന്ന് പറയും. അതിന്റെ ആ താതാത്മ്യം എന്ന് പറയാം. ആ ഒരു താതാത്മ്യത്തിൽ നമുക്ക് വേറിട്ടൊരു വ്യക്തിത്വം ഇല്ല. സൂചിപ്പിച്ചുവല്ലോ, പഞ്ചമഹാഭൂതമാണ് ഈ പ്രകൃതി, ഞാനും അതാണ്. അതിലെ ഓരോ ഭൂതവുമായിട്ടുള്ള താതാത്മ്യം. വിശ്വമായിട്ട് ഓർക്കുക, വിശ്വാമിത്രൻ എന്ന പേര്. നമ്മളൊക്കെ അത് ആകട്ടെ എന്ന് പറയും. നമുക്കതിന് സാധിക്കട്ടെ. അതിനുള്ള കരുത്താണ് ഇത് തരുന്നത്. വിശ്വത്തിന് മുഴുവൻ മിത്രനാകാൻ പോകുന്നവൻ, സുഹൃത്താവാൻ പോകുന്നവനായി തീരുക. സൂചിപ്പിച്ചുവല്ലോ, പഞ്ചമഹാഭൂതമാണ് ഈ പ്രകൃതി, ഞാനും അതാണ്. അതിലെ ഓരോ ഭൂതവുമായിട്ടുള്ള താതാത്മ്യം. വിശ്വമായിട്ട് ഓർക്കുക, വിശ്വാമിത്രൻ എന്ന പേര്. നമ്മളൊക്കെ അത് ആകട്ടെ എന്ന് പറയും. നമുക്കതിന് സാധിക്കട്ടെ. അതിനുള്ള കരുത്താണ് ഇത് തരുന്നത്. വിശ്വത്തിന് മുഴുവൻ മിത്രനാകാൻ പോകുന്നവൻ, സുഹൃത്താവാൻ പോകുന്നവനായി തീരുക. അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ, ഭഗവാനിൽ നിന്ന് കേൾക്കാൻ ഞാൻ നേരിട്ട് കേട്ടവനാണ്. എല്ലാറ്റിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. ഒരു പൂ വിരിയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാറ്റിന്റെ മർമ്മരവും ചെറിയ അരുവിയുടെ നാദവും എല്ലാം ഭയാനകമെന്ന് തോന്നുന്നതും വളരെ അങ്ങേയറ്റം ലാളിത്യമാർന്നതും ഒരുപോലെ കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക്, അതുപോലെ കാണാൻ കണ്ണുകൾക്ക് സാധിക്കട്ടെ. അപ്പൊ നമ്മൾ കേൾക്കുന്നത് ഇതാണ്. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പൂജാമുറിയിൽ അങ്ങനെ കുറെ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ വത്സ കണ്ണു തുറക്കൂ, നാം സംപ്രീതനായിരിക്കുന്നു. എന്താണ് വേണ്ടത്? 3 എണ്ണം ചോദിച്ചോളൂ. 3 എണ്ണയും മൂപ്പര് കൊടുക്കുന്നുള്ളൂ. ഇല്ലേ? അങ്ങനത്തെ ഒരു ഏർപ്പാടുമല്ല. തെറ്റിദ്ധരിക്കണ്ട. ഇത് തന്നെ. തുടർന്ന് രാജൻ സംസ്മൃത്യ സംവാദമിമമദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുഃ. ഹേ രാജൻ, സംസ്മൃത്യ സംവാദം ഇമം അദ്ഭുതം കേശവാർജുനയോഹോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുഃ. ഹേ രാജൻ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജൻ, അദ്ഭുതം പുണ്യം, ആശ്ചര്യകരവും പുണ്യവുമായിട്ടുള്ള ഇമം കേശവാർജുനയോഹോ സംവാദം സംസ്മൃത്യ, ഈ ഭഗവാന്റെയും അർജുനന്റെയും നരന്റെയും നാരായണന്റെയും സംവാദം, സമ്യക് വാദം, ശരിയാം വണ്ണമുള്ള ഈ സംഭാഷണത്തെ കേട്ടിട്ട് ഓർത്തിട്ട്, സംസ്മൃത്യ എന്ന് പറഞ്ഞാൽ ഓർത്തിട്ട്, അതെനിക്ക് ഓർക്കുമ്പോൾ സംസ്മൃത്യ പിന്നെയും പിന്നെയും ഓർക്കുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും ഓർക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇതാണ് ഓർക്കേണ്ടത്.
നിങ്ങൾ ഇവിടെ 108 നാളുകളിൽ എന്തൊക്കെയാണോ ഗീതാവചനങ്ങളിലൂടെ നമ്മൾ കേട്ടത്, അതിനെയാണ് ഓർക്കേണ്ടത് എന്ന് പറയും. അല്ലെങ്കിൽ ആരെങ്കിലും കസേരയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു, ഈ നമ്മൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് പറയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇവരൊക്കെ ഈ ഗീത കേട്ടിട്ട് എന്ത് കാര്യം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതിന് നമ്മൾ അധികാരിയല്ല അങ്ങനെ പറയാൻ. നമുക്ക് എന്താ അധികാരമുള്ളത്? നീയൊക്കെ ഗീത കേട്ടിട്ട് എന്ത് കാര്യം എന്ന് പറയാം? അങ്ങനെ പറയാതിരിക്കും. അവരുടെ കാര്യം നമുക്കെങ്ങനെയാ അറിയുന്നത്? അവരെ ഗീത ഏത് പ്രകാരത്തിലാണ് തലോടുന്നതെന്ന് നമ്മൾ വിചാരിച്ചു ഗീത കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് തരണം, അല്ലെങ്കിലോ ഇരിക്കും. അങ്ങനെ ഒരാളെയല്ല സമൂഹം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ആളുകൾക്ക് അങ്ങനെയുണ്ട്. ഈ ഒരു എന്താ പറയാ, ഒരു മാറ്റർ, ഒരു ഫുൾ സ്റ്റാപ്പ് പേപ്പറിൽ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ കൊടുത്തു. അപ്പൊ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് അദ്ദേഹം നോക്കുക, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ ഫോട്ടോ കോപ്പി എടുത്തത്. അപ്പൊ ആ ഫോട്ടോ കോപ്പിയുടെ ആള് ചോദിച്ചു, അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നിട്ടാ നോക്കുന്നത്, വേറെ ആർക്കും വരാൻ പോലും സ്ഥലം കൊടുക്കാതെ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെന്താ നിങ്ങൾ നോക്കുന്നത്? അത് ഞാൻ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാന്ന്. അജ്ജാതി ആളുകളൊക്കെ ഉണ്ടെന്ന് പറയാം. ഫോട്ടോ കോപ്പിയിൽ അച്ചടി മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. അപ്പം ഇതിനെ ഞാൻ ഓർത്തിട്ട് വീണ്ടും വീണ്ടും ഓർത്തിട്ട്, ഇതായിരിക്കണം ഓർക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്. എന്തു പറഞ്ഞു? വെറുതെ എന്നെ കൊണ്ടിപ്പോ പറയിപ്പിക്കണ്ട. ഇതായിരിക്കട്ടെ നമ്മുടെ സ്മൃതി പദത്തിൽ, ഓർമ്മയിൽ ഇതായിരിക്കട്ടെ, ഭഗവത്ഗീതയായിരിക്കട്ടെ. മുഹു മുഹു, വീണ്ടും വീണ്ടും ഹൃഷ്യാമി, നമുക്ക് സന്തോഷത്തെ ഉണ്ടാവട്ടെ എന്ന് പറയാം. നമ്മളിവിടെ കഴിഞ്ഞ നാളുകൾ കേട്ട ഈ കാര്യങ്ങളെല്ലാം നമ്മളെ അങ്ങേയറ്റം സന്തോഷത്തെ ഉണ്ടാക്കുന്നതായിരിക്കട്ടെ. തുടർന്ന് തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേഃ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേഃ വിസ്മയഃ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. ഹേ രാജൻ, വീണ്ടും പറയുന്നു, അല്ലയോ മഹാരാജൻ, ധൃതരാഷ്ട്ര മഹാരാജൻ, അത്യദ്ഭുതം. ആര് തമ്മിലുള്ള സംവാദമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഹേ മഹാരാജൻ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജൻ, അത്യദ്ഭുതം ഹരേഹേ തദ്രൂപം, അത്യദ്ഭുതകരമായിട്ടുള്ള ഹരിയുടെ ആ രൂപത്തെയും സംസ്മൃത്യ സംസ്മൃത്യ, വീണ്ടും വീണ്ടും സ്മരിച്ചിട്ട്, ആ വിശ്വരൂപം മുതൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വിഭൂതി യോഗവും എല്ലാം ഭഗവാൻ എവിടെയൊക്കെ തൊട്ട് കാണിച്ചുവോ അതെല്ലാം ഓർത്തിട്ട് സ്മരിച്ചിട്ട് വിസ്മയ ഭവതി, എന്നിൽ ആശ്ചര്യം ഉണ്ടാകുന്നു. നമുക്കത് ഉണ്ടാവട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് പറയാം. ഈ അനാവശ്യമായിട്ടുള്ളതൊക്കെ ഇനിയെങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊന്നും പോയി അതിലും ഇതിലൊന്നും തലയിടാതെ ഇതിന്റെ ഒരു സ്മരണയിൽ ജീവിക്കാം എന്ന് പറയും. അതിലും ഇതിലുമൊക്കെ പോയി തലയിട്ട് തൊട്ട് നോക്കിയാലൊക്കെ അബദ്ധങ്ങളെ ഉണ്ടാവുള്ളൂ. ഒരു കഥയും കൂടെ സ്വാമി പറയാം. ഒരു മെഡിക്കൽ റപ്പിന് ഒരു കുറച്ചൊരു ഗ്രാമം പോലെയുള്ള എന്ന ചെറിയൊരു സിറ്റിയാണ്. ആ സിറ്റിയിൽ അദ്ദേഹം എത്തിച്ചേർന്ന സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ ചെന്നു. അവിടെ ആകെയുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ സമയം വൈകിയിട്ടുണ്ട്. അപ്പൊ ആ ഹോട്ടലിൽ ചെന്നപ്പോ ഹോട്ടലിൽ മുറിയില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വേറെ ഒരു രക്ഷയില്ല. ഇദ്ദേഹത്തിനാണെങ്കിൽ അന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം 5:30 മണിയുടെ ട്രെയിനിന് പോണം. ആളാകെ ടയേർഡാണ്. അപ്പൊ ഒന്ന് ഉറങ്ങിയേ മതിയാവും. ദീർഘദൂര യാത്ര ചെയ്ത് വരിക. അപ്പൊ ഈ ഹോട്ടലിന്റെ ആളോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മുറി, എനിക്ക് ഒന്ന് കിടന്നൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയാൽ മതി, എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ മുറി ഇവിടെ ഇല്ല, എല്ലാം ഫുള്ളാണ്. രജിസ്റ്ററൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ ഇദ്ദേഹം ചോദിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വല്ല മുറിയുണ്ടോ? ഞാൻ എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് തരാം. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, എപ്പോ പോകുമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ 5 മണിക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. ഉറപ്പാണോ?
അതെ, ഉറപ്പാണ്. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുമോ നിങ്ങൾ? അനുസരിക്കാം. എന്നാ ഒരു മുറിയുണ്ട്, റൂം നമ്പർ 27. അത് വലിയ മുറിയാ. 2 ബെഡുണ്ട്. സിംഗിൾ ബെഡാ, 2 ബെഡ്. ഒരു ബെഡില് ഒരു സ്ത്രീയുണ്ട്. അവരുറങ്ങി കിടക്കുകയായിരിക്കും. നിങ്ങൾ പോയിട്ട് അവരെ വിളിക്കാനൊന്നും നിൽക്കണ്ട. ഇത്രേ പറഞ്ഞ, അതായത് അവര് 6 മണിക്ക് അവരവിടുന്ന് പോവുള്ളൂ. പക്ഷെ അവരെ അറിയണ്ട. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ഉറങ്ങിയ 4 മണിക്കോ 4:30ക്കോ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് 5 മണിക്ക് നിങ്ങൾ പോയിക്കോളൂ. ഓ ആവാം എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി. കാശൊക്കെ കൊടുത്തു, കുറച്ച് 50 രൂപ എന്തോ അധികവും കൊടുത്തു. ആള് പോയി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം ആള് പേടിച്ച് കത്തച്ച് വിറച്ചിട്ട് വരുന്നു. എന്താണ്? ആ സ്ത്രീ മരിച്ച സ്ത്രീയാണ്. അതാര് പറഞ്ഞു? ഞാൻ തൊട്ടു നോക്കി. ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളോട് ആരാ തൊട്ടു നോക്കാൻ പറഞ്ഞു? മരിച്ചതാന്ന് എനിക്ക് നേരത്തെ അറിയാം. ഇനി ഇവിടെ നിൽക്കണ്ട, പോലീസ് നായ വരും, ഓടിക്കും. ഇങ്ങനെ ഇനിയെങ്കിലും നമ്മൾ അവിടെ തൊട്ടു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, നിർത്തും എന്ന് പറയും. പോലീസ് നായ പോലെ വരും നമ്മുടെ പിറകില് വരും. അതുകൊണ്ട് ഇതൊക്കെ സ്മരിച്ചുകൊണ്ട് സംസ്മൃത്യ എന്നിൽ അഹം പുനഃ ഹൃഷ്യാമിച്ച, ഞാൻ വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നു. എന്റെ സന്തോഷം എത്രയാണെന്നറിയില്ല. ഏതായാലും ഞാനൊരു തീരുമാനം പറയാം അങ്ങയോട്. ഇത് ലോകത്തോട് പറയാനുള്ള സഞ്ജയന്റെ ഒരു വാക്യമാണ്. നോക്കാം അവസാനത്തെ ശ്ലോകം. യത്ര യോഗേശ്വര കൃഷ്ണഃ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിഃ ധ്രുവാ നീതിർമതിർമമ. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്ന്യാസയോഗോ നാമ 18-ാധ്യായഃ. ഈ ഭഗവത്ഗീത 18-ാം അധ്യായത്തില് അവസാനത്തെ ഈ 78-ാമത്തെ ശ്ലോകത്തെയാണ് ഏക ശ്ലോകി ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. എങ്ങനെയാണത് ഏകശ്ലോകി ഗീതയാവുന്നത്? മുഴുവൻ അധ്യയനം ചെയ്തതിന് ശേഷം ഈ ശ്ലോകത്തില് ഭഗവത്ഗീതയെ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാം. യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥ ധനുർധര തത്ര ശ്രീ വിജയ ഭൂതി ധ്രുവ നീതി മതി മമ. പറയും. യത്ര എവിടെയാണോ യോഗേശ്വര കൃഷ്ണ, യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ. കൃഷ്ണന് പല ഭാവങ്ങളുണ്ട്. ഓടക്കുഴലേന്തിയവൻ, പല 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 ഭാവങ്ങളുണ്ടല്ലോ. വെണ്ണ കയ്യിലുള്ളവൻ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള യോഗേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചയുടെ. യുജ് ധാതുവിന് യുജിര് സമാധൗ യുജിര് മേളനെ എന്നാണ്. സമാധി അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ യോഗം നമ്മൾ കണ്ടുവല്ലോ. അർജുന വിഷാദ യോഗം മുതൽ ഇതാ ഇവിടെ മോക്ഷസന്യാസ യോഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ യോഗം പ്രദാനം ചെയ്യുന്ന കൃഷ്ണൻ ഭഗവാൻ എവിടെയാണോ ഉള്ളത്, യത്ര ധനുർധര പാർത്ഥ, എവിടെയാണോ ധനുസ് ഏന്തിയ പാർത്ഥൻ അർജുനൻ, താഴെ വെച്ചതായിരുന്നു. ധനുസ് ഏന്തിയ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവൻ. നമ്മെ സംബന്ധിക്കുന്ന ധനുസ് നാം എന്തുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്, അത് ഒരു കുട്ടിയെ സംബന്ധിച്ച് പേനയെടുത്തവൻ അല്ലെങ്കിൽ പുസ്തകമെടുത്തവൻ എന്ന് പറയാം. കലപ്പയേന്തിയ കർഷകൻ അതെവിടെയാണോ, അതുപോലെ അറിവ് എവിടെയാണോ, ഇതിന്റെ രണ്ടിന്റെയും സമന്വയം, അവിടെ എന്തുണ്ടാകുന്നു? തത്ര അവിടെ ശ്രീ ഐശ്വര്യം, വിജയ ഭൂതിഹി വിജയം അഭിവൃദ്ധി, പിന്നെയോ ധ്രുവ നീതി ഋജുവായ നീതി
നിയമം ഇത്യാദികളൊക്കെ ഇത് മമ മതി, ഇത് എന്റെ നിശ്ചയമാർന്ന തീരുമാനമാണ്, എന്റെ അഭിപ്രായമാണ് എന്ന് പറയാം. അപ്പൊ എവിടെയാണോ ഈ പറഞ്ഞിട്ടുള്ള വിജയവും അഭിവൃദ്ധിയും ഐശ്വര്യവും നീതിയും ഇല്ലാത്തത്, അവിടെ എന്തിന്റെയോ ഒന്നിന്റെ അഭാവമുണ്ട്. അപ്പൊ ഓർത്തുകൊള്ളുക, ഇത് രണ്ടും വേണമെന്ന് പറയാം. ഇത് രണ്ടും വേണം, രണ്ടും ഉണ്ടെങ്കിലേ വിജയമുള്ളൂ എന്നാണ്. അതുകൊണ്ട് ലോകത്തിന് കൊടുക്കാനുള്ള വലിയ നിർദ്ദേശമാണ്. ലോകത്തിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ജപ്പാന് അർജുനന്മാരുണ്ട് എന്ന് പറയാം. പറഞ്ഞുവല്ലോ അല്ലേ, ജപ്പാന്റെ ഒരു മിഷൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അവിടെ ആളുകളുണ്ട്, പാർത്തന്മാരുണ്ട്, പക്ഷെ യോഗേശ്വരന്റെ അഭാവമുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ അങ്ങോട്ടുണ്ട് എന്നും പറഞ്ഞുകൂടാ. എന്നാലും ലോകത്തിൽ ഇപ്പം പലതും നോക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഇത് രണ്ടും ഇല്ല എന്നാ പറയുന്നത്. ഉള്ളവരെയൊക്കെ അവരിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന് ഇത് രണ്ടും കൂടെ, നമുക്ക് ഇവിടെയാണെങ്കിൽ ധനുർധരന്മാരേ ഇല്ല, യോഗേശ്വരന്മാരുടെ ഒരു കളിയാ. എല്ലാവരും ഉപദേശികളാണെന്ന് പറയുന്നു. ഇത് ചെയ്യാൻ ആരുമില്ല. അത് കൂടിപ്പോയതിന്റെ കുഴപ്പം. രണ്ടും, അതായത് ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയും. അതിന്റെ സമ്മേളനം, അത് അറിവിലായിരിക്കണം. അതുകൊണ്ടാണ് പുരുഷാർത്ഥത്തെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ധർമാനുസൃതമായിട്ട്, അതായത് ഭഗവാന്റെ. അതുകൊണ്ടാണ് ലക്ഷ്മിയൊക്കെ എന്താ പറയാ, വിഭൂതിയായിട്ട് ഭഗവാനായിട്ട് തന്നെ ഭഗവതിയായിട്ട് നമ്മൾ കാണുന്നത് ധനത്തെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിനിമയത്തിന് ദുര്യോധനനാവില്ല എന്ന് പറയാം. ഇത് അറിവും അറിവിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയും, രണ്ടിന്റെയും യോഗം അവിടെ ഇതുണ്ടാവും. ഇതൊരു വലിയ സഞ്ജയന് നമ്മളോട് പറയാനുള്ളതാ, അല്ലെങ്കിൽ ഈ ലോകത്തോട് പറയാനുള്ളതാണ് പറയാൻ. ഇതാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്യാസയോഗോ നാമ 18 ഇപ്രകാരം ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദം, മോക്ഷസന്യാസയോഗം എന്ന അധ്യായം അവസാനിക്കുന്നു. ഭഗവത്ഗീത അവസാനിക്കുന്നില്ല, വീണ്ടും നമ്മൾ അതിനെ ആരംഭിക്കുകയാണ്. അതിന്റെ ആരംഭം, അതായത് ഗീത കഴിഞ്ഞാൽ ഗീതാ മാഹാത്മ്യം വിശേഷപ്പെട്ടതാണ്. ഗീതാ മാഹാത്മ്യം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഗീത പൂർണ്ണമായി അധ്യയനം ചെയ്തതിന് ശേഷം ഈ ഗീതാ മാഹാത്മ്യം അങ്ങനെ പാരായണം ചെയ്യണം എന്നാണ് ഗീതാ മാഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പരമേശാന ഭക്തിരവ്യഭിചാരിണി പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ. ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരത സദാ സമുക്തഃ സുഖീ ലോകേ കർമ്മണ നോപലിപ്യതേ മഹാപാപാദിപാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിത് സ്പർശം ന കുർവന്തി നളിനി ദളമംബുവത്. ഗീതായാ പുസ്തകം യത്ര പാഠഃ പ്രവർത്തതേ തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ. സർവേ ദേവാശ്ചർഷയഃ യോഗിനഃ പന്നഗാശ്ചയേ ഗോപാലാ ഗോപികാ വാപി നാരദോദ്ധവ പാർഷദൈഃ സഹായോ ജായതേ ശീഘ്രം യത്ര ഗീതാ പ്രവർത്തതേ. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വീ നിവസാമി സദൈഃ. ഗീതാശ്രയോഹം തിഷ്ഠാമി ഗീതാ മേ ചോത്തമം ഗൃഹം. ഗീതാജ്ഞാനമുപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം. ഗീതാ മേ പരമാ വിദ്യ ബ്രഹ്മരൂപാ ന സംശയഃ. അർദ്ധമാത്രാക്ഷരാ നിത്യാഃ സ്വനിർവാച്യ പദാത്മികേ. ഖണ്ഡേന കൃഷ്ണേന പ്രോക്ത സ്വമുപതോർജുനം
വേദത്രയീ പരാനന്ദാം തത്വാർത്ഥജ്ഞാനസംയുതാം നിത്യം നരോ നിശ്ചലമാനസഃ ജ്ഞാനസിദ്ധിം സലഭേതേ തതോ യാതി പരം പദം പടേ സമർത്ഥസമ്പൂർണേ തതോർദ്ധം പാഠമാചരേത് തദാ ഗോദാനജം പുണ്യം ലഭതേ നാത്ര സംശയഃ ത്രിഭാഗം പാഠമാനസ്തോ ഗംഗാസ്നാനേ ഫലം ലഭേത് ഷഡംശം പാഠമാനസ്തോ സോമയാഗഫലം ലഭേത് ഏകാധ്യാനം തു യോ നിത്യം പഠതേ ഭക്തിസംയുതഃ രുദ്രലോകമവാപ്നോതി ഗണോ ഭൂത്വാ വസേത് ചിരം അധ്യായം ശ്ലോകപാദം വാ നിത്യം യഃ പഠതേ നരഃ സയാതി നരതാം മന്വന്തരം ഗീതായാ ശ്ലോകദശകം സപ്തപഞ്ചചതുഷ്ടയം ശ്ലോകാനാം യഃ പഠേന്നരഃ ചന്ദ്രലോകമവാപ്നോതി വർഷ്ണാമയുധം ധ്രുവം ഗീതാപാഠസമായുക്ത മൃദൂമാനുഷരം വ്രജേത് ഗീതാഭ്യാസം പുനഃ കൃത്വാ ലഭതേ മുക്തിമുത്തമം ഗീതേത്യുച്ചാരസംയുക്തോ മ്രിയമാണോ ഗതിം ലഭേത് ഗീതാർത്ഥശ്രവണാസക്തഃ മഹാപാപയുതോപി വാ വൈകുണ്ഠം സമവാപ്നോതി വിഷ്ണുന സഹ മോദതേ ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിശഃ ജീവന്മുക്തഃ സവിജ്ഞേയഃ ദേഹാന്തേ പരമം പദം ഗീതാമാനുഷിച്യ ബഹവഃ ബുഭുജോ ജനകാദയഃ നിർദോത കന്മഷാലോകേ ഗീതായാദാ പരം പദം ഗീതായാ പഠനം കൃത്വാ മാഹാത്മ്യം നൈവ യഃ പഠേത് വൃഥാ ഭാഗോ ഭവേത് തസ്യ ശ്രമ ഏവ ഹൃദാഹൃതഃ ഏതന്മാഹാത്മ്യസംയുക്തം ഗീതാഭ്യാസം കരോതി യഃ ആപ്നോതി ദുർലഭം യതിമാപ്നുയാത് സൂത ഉവാച മാഹാത്മ്യമേതദ്ഗീതായ മയാ പ്രോക്തം സനാതനം ഗീതാന്തേ ച പഠേത് യസ്തു യദുക്തം തത്ഫലം ലഭേത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.